ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ നടക്കുന്ന യുദ്ധത്തെപ്പറ്റി ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ മാധ്യമങ്ങളുടെ പേടിപ്പിക്കൽ എന്ന് പറഞ്ഞവർക്കുള്ള ആദ്യ മറുപടി LPG സിലിണ്ടർ രൂപത്തിൽ വരുന്നുണ്ട്. യുദ്ധം തുടങ്ങി 6-ാം നാൾ 60 രൂപയാണ് ഒറ്റയടിക്ക് വില വർധന. ഈ മട്ടിലാണ് യുദ്ധത്തിന്റെ പോക്കെങ്കിൽ അടുത്ത ഇരുട്ടിൽ വരാൻ പോകുന്നത് എണ്ണവിലയിലാണ്. വാതകത്തിനും എണ്ണയ്ക്കും വിലക്കയറ്റത്തിന്റെ അർത്ഥം അല്ലെങ്കിൽ തന്നെ വിലക്കയറ്റത്തിൽ പൊറുതിമുട്ടിയ ജനത്തിന്റെ തലയിലേക്ക് വീണ്ടും വിലക്കയറ്റ റോക്കറ്റ് വീഴാൻ പോകുന്നു എന്നാണ്. അവിടെ ആയത്തുള്ള അലി ഖമനയെയും എൻറ്റയർ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ തുടച്ചു നിർത്തുക എന്ന അമേരിക്കൻ ഇസ്രായേൽ 4-ഡേ പ്ലാൻ പൊളിഞ്ഞു കാട്ടിൽ കയറിയ 7-ാം നാൾ പകൽ പോലെ വ്യക്തം. ഗാസയ്ക്ക് സമാനമായി ടെഹ്റാൻ ആയിരക്കണക്കിന് ബോംബിട്ട് ശവപ്പറമ്പാക്കാൻ ലോകത്തെ 1-ാം നമ്പർ സൈനിക ശക്തിക്ക് കഴിഞ്ഞു. പക്ഷേ മാരകമാണ് ഇറാന്റെ തിരിച്ചടി. ഇസ്രായേലിന്റെ അയൺ ഡോം പൊളിച്ച് അവിടെ പോയി വീഴുന്നത് ക്ലസ്റ്റർ ബോംബുകൾ, ഖൈബർ മിസൈലുകൾ, ഏതോ നിയമങ്ങളുടെ ലംഘനം എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേൽ നേതൃത്വം. ബഹ്റൈൻ, ഖത്തർ, കുവൈറ്റ്, സൗദിയിൽ നിന്ന് വേണ്ട ലോകത്തെ ഏറ്റവും വലിയ അമേരിക്കൻ എയർബേസുകൾ, മോസ്റ്റ് ഫോർട്ടിഫൈഡ് US ബേസ് ഇൻ മിഡിൽ ഈസ്റ്റ്, നൂറ്റിക്കണക്കിന് കോടി ഡോളർ വിലയുള്ള 4 റഡാറുകൾ, 3 F-15, ഇതിനോടകം $1 ട്രില്യൺ നാശമാണ്. ഏറ്റവും ഒടുവിൽ ട്രംപ് പറയുന്നു ലക്ഷ്യം ഇറാന്റെ സമ്പൂർണ്ണ വിനാശം. ഇറാന്റെ മണ്ണിൽ അമേരിക്കൻ സൈന്യം കാലുകുത്തുന്നു, ഞങ്ങൾ അക്ഷമയോടെ കാത്തിരിക്കുന്നു, തിരിച്ചടിക്കുന്നു അബ്ബാസ് അറാഖ്ചി. വല്ലാത്തൊരു കോൺഫിഡൻസ് അവിടെയുണ്ട്. ഇന്ന് തീരുമാനമറിയാത്ത യുദ്ധം, പല ദേശങ്ങളിൽ, പല ഗ്രൂപ്പുകളിൽ ആയുധയുദ്ധം, എക്കണോമിക് വാർ ഒരു സാമ്പത്തിക യുദ്ധമായി പരിണമിക്കുമ്പോൾ നമ്മൾ നേരിടാൻ പോകുന്നത് എന്താണ്? ലോകം നേരിടാൻ പോകുന്നത് എന്താണ്? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. കേരള പ്രൊഫസർ ജോസഫ് ആന്റണി, ഡോക്ടർ മേരി ജോർജ്, നിർമ്മല അബ്രഹാം എന്നിവർ ചർച്ചയിൽ. ആദ്യം ഞാൻ മേരി ടീച്ചറിലേക്ക് പോകും. മേരി ടീച്ചർ, ഇവിടെ ഈ ക്രൂഡ് ഓയിൽ വിലയിൽ ഉണ്ടാകുന്ന നേരിയ വർധന എത്രത്തോളം ഇരട്ടി ആഘാതത്തിലാണ് എണ്ണവില കൂട്ടുന്നതെന്ന് നമുക്ക് അറിയാം പോയ കാലം. എന്നാൽ ക്രൂഡ് കുറഞ്ഞാൽ അതിവിടെ കുറയ്ക്കോ ഇല്ല. ഇന്നിപ്പോൾ 7 ദിവസമായിട്ടേ ഉള്ളൂ. LPGക്ക് 60 രൂപ ഒറ്റയടിക്ക് വർധന. ബുക്ക് ചെയ്യാനുള്ള നിയന്ത്രണം ഇതിനോടകം വരുന്നുണ്ട്. ഈ യുദ്ധം തുടർന്നാൽ അടുക്കളയിലടക്കം നമ്മൾ കാത്തിരിക്കേണ്ടത് എന്തൊക്കെയാണ് ശ്രീമതി മേരി ജോർജ്? അതായത് ഹഷ്മി, യഥാർത്ഥത്തിൽ നമുക്കറിയാം കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ എവിടെ ഉണ്ടാകുന്ന വിലക്കയറ്റത്തിൻ്റെയും പല മടങ്ങായിരിക്കും കേരളത്തിലെ വിലക്കയറ്റം. ഇപ്പോൾ തന്നെ LPG 860 രൂപയായിരുന്നത് 960 രൂപയായി മാറിയിരിക്കുന്നു. അതായത് 9.25% വർധനവാണ് LPGയുടെ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഗാർഹിക LPGയുടെ വിലയിൽ ഉണ്ടായിരിക്കുന്നത് 115 രൂപയാണ് കമേഴ്ഷ്യൽ LPGയുടെ വിലയിൽ ഉണ്ടായിരിക്കുന്നത്. ഇത് രണ്ടും കേരളത്തെ പിടിച്ചു കുലുക്കാൻ സഹായകമായ അല്ലെങ്കിൽ പോന്നതായ കാര്യങ്ങളാണ്. ഉദാഹരണം, കമേഴ്ഷ്യൽ LPG ആണെങ്കിലും ഇപ്പോൾ ടൂറിസ്റ്റ് സീസണാണ്. ടൂറിസ്റ്റുകൾ ഒരുപാട് പേര് അവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്ന ബുക്കിംഗ് ഒക്കെ ക്യാൻസൽ ചെയ്തു. എയർ പ്രോബ്ലംസും യുദ്ധവും എല്ലാം കാരണം കൊണ്ട്. എങ്കിൽ പോലും ഇൻറ്റേർണൽ ടൂറിസ്റ്റുകൾ, ഇന്ത്യക്കകത്തുള്ള ടൂറിസ്റ്റുകൾക്ക് വന്നു പോകാമല്ലോ ബൈ ട്രെയിൻ, അങ്ങനെയുള്ള ടൂറിസ്റ്റുകൾ പോലും അവരുടെ ബുക്കിംഗ് കുറച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് ഇനിയും രൂക്ഷമാകും. കാരണം ഇപ്പോൾ ഇവിടെ ഭക്ഷണത്തിൻ്റെ എല്ലാത്തരം കമേർഷ്യൽ സിലിണ്ടറിൻ്റെ വിലയും കൂട്ടുക എന്ന് പറഞ്ഞാൽ റെസ്റ്റോറൻറ്റുകളിൽ നിന്നോ എവിടെ നിന്നും വാങ്ങുന്ന ഭക്ഷണത്തിൻ്റെയൊക്കെ വില കൂടും നാച്ചുറലി. അത് തന്നെ ടൂറിസ്റ്റുകൾക്ക് രണ്ടാമതൊരടി, അവർക്ക് യാത്രാക്ലേശവും മറ്റ് ഭീഷണികളും പോലെ രണ്ടാമതൊരു ഭീഷണിയാണ് ഇപ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് LPGയുടെ 14.5 കിലോഗ്രാം ഇതിൻ്റെ വില 60 രൂപ 7.25% വർദ്ധിച്ചു എന്ന് പറയുന്നത് ഗാർഹിക ഉപഭോക്താക്കളെയും ബുദ്ധിമുട്ടിലാക്കും. അതുപോലെ താങ്കൾ ഇൻട്രോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് ബുക്കിംഗ് കമേർഷ്യൽ LPG ആണെങ്കിൽ 25 ദിവസത്തിൽ ഒരിക്കലേ പാടുള്ളൂ എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ഒരു റെസ്ട്രിക്ഷനാണ്. എന്ന് മാത്രവുമല്ല, നമ്മുടെ LPGയുടെ, അതായത് നമ്മുടെ പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ഇതായിട്ട് നിയമാവലി അനുസരിച്ച് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് എപ്പോൾ വേണമെങ്കിലും, അതായത് LPGയുടെ വിലയും അതുപോലെ തന്നെ മറ്റു ഉൽപ്പന്നങ്ങളുടെ വിലയും ഒക്കെ LPGയുടെ വില വിപണിക്ക് വിട്ടിട്ടില്ല. വിപണിക്ക് വിട്ട പെട്രോളിയത്തിൻ്റെ വിലയിൽ പോലും എപ്പോൾ വേണമെങ്കിലും ഗവൺമെൻറ്റിന് നിയന്ത്രണം കൊണ്ടുവരാനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഇരിക്കെ LPGയുടെ കാര്യം അത് ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലാണ്. അതിൽ ഈ പെട്ടെന്ന് തന്നെ, അതായത് യുദ്ധം തുടങ്ങി ഒരാഴ്ചക്കകം തന്നെ 7.25% വില വർധന നമ്മുടെ LPGയിൽ ഉണ്ടാകുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ വിമർശനാത്മകമായ
ഒരു പോയിന്റ് തന്നെയാണ്. കാരണം ജനങ്ങളെ, നാരികളെ ചേർത്ത് പിടിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഓരോ ദിവസവും നമ്മൾ മലയാളം ന്യൂസ് പേപ്പറോ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറോ എടുത്തു നോക്കിയാൽ കാണാം, അതിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ നാരികളെ ചേർത്ത് പിടിക്കുന്ന പ്രോഗ്രാംസ് ഉണ്ട്. പ്രധാനമന്ത്രിയുടെ അഡ്വർടൈസ്മെൻ്റ് ആയിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി. എന്നിട്ട് അങ്ങനെ കാണിക്കുന്ന ഗവൺമെൻറ് ആണ് ഈ യുദ്ധം തുടങ്ങി. അതായത് ഇന്ത്യയിലല്ല യുദ്ധം എന്ന് ഓർക്കണം, ഗൾഫ് കൺട്രീസിലാണ്. അപ്പോൾ ആ യുദ്ധത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ നാരികളിലേക്ക് അരിച്ചിറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നാരികളെ ചേർത്ത് പിടിക്കുന്നതിന് ഗവൺമെൻറ് എന്ത് ശ്രദ്ധ കാണിക്കുന്നു എന്ന് നമ്മൾ എടുത്തു ചോദിക്കേണ്ടിയിരിക്കുന്നു. അതായത് നമുക്കറിയാം, ഇന്ത്യ 80% ഇന്ധനം ഇപ്പോഴും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിലൊക്കെ ഇടുക്കി വഴി പിന്നെ ഇന്ധനത്തിൻ്റെ ട്രാൻസ്പോർട്ട് സാധ്യമല്ല, കപ്പലുകളെ ഇല്ലാതെയാക്കും എന്നൊക്കെയുള്ള അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നാച്ചുറലി വരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കണം, നാം ഇറാനുമായിട്ട് കരാറിലായിരുന്ന കാലത്ത്, സൗഹൃദത്തിലായിരുന്ന എല്ലാ നാളും, ഇന്നലെ വരെ അല്ലെങ്കിൽ ഈ യുദ്ധം തുടങ്ങുന്നതിന് തലേന്ന് വരെ, അന്നൊക്കെ നമുക്ക് ഇറാനിയൻ കറൻസിയിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ് നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നിരുന്ന രാജ്യമാണ് ഇറാൻ. ആ ഇറാനുമായിട്ടൊരു യുദ്ധമുണ്ടായപ്പോൾ അതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ഇന്നലെ വരെ കാത്തിരുന്നു. വലിയ സമ്മർദ്ദം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് അതിനെതിരായിട്ട് കമാന്നൊരക്ഷരം അദ്ദേഹം മിണ്ടുന്നത്. അപ്പോൾ ഇറാനെ ചേർത്ത് പിടിക്കുകയല്ല ചെയ്തത്, ഇറാനെതിരെ നിലകൊള്ളുകയാണ് ചെയ്തത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങോട്ട്, അതായത് 80% പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഈ തരത്തിലൊരു, അതായത് ആരാംകോയിലെ യുദ്ധം, ആക്രമണം നടക്കുന്നു, അതുപോലെ LPG ഗ്യാസ് മാനുഫാക്ചറിങ് കമ്പനികളിൽ നടക്കുന്നു. അപ്പോഴേ നമ്മൾ പ്രതീക്ഷിച്ചതാണ് കേരളത്തിൻ്റെ കാര്യവും ഇന്ത്യയുടെ കാര്യവും. അപ്പോൾ ഇന്ത്യയിൽ വിലക്കയറ്റം ഉണ്ടായാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കുക? നമുക്കറിയാം, കഴിഞ്ഞ പാദം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒക്ടോബർ വരെയുള്ള സാമ്പത്തിക പാദത്തിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഓൾ ഇന്ത്യ തലത്തിൽ 0.25% ആയിരുന്നു. ആ സമയത്ത് കേരളത്തിലെ വില നിലവാരം 8.56% എന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ തലത്തിലെ വില നിലവാരത്തേക്കാൾ എത്രയോ മടങ്ങ് വലുതാണ് കേരളത്തിലെ വില നിലവാരം എന്ന് ഓർക്കണം. എന്തുകൊണ്ടാണ്? കാരണം കേരളം ഒരു കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഇത് നീണ്ടുപോവുകയാണെങ്കിൽ കേരളത്തെ ബാധിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തെയാണ് തിരിച്ചു പറയുന്നത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഞാൻ കേരള സ്റ്റുഡിയോയിലേക്ക് വരും മുമ്പ് അമേരിക്കയിലെ ഒരു സാധാരണ വീട്ടമ്മ അവരുടെ യൂട്യൂബ് ചാനൽ പറഞ്ഞു ഒന്ന് കേൾക്കാം. We are not winning this war in Iran. We went in guns blazing without a plan, and Iranian leadership was ready for us. And they are currently destroying American military bases across the Middle East at such an incredible scale that I don't think we understand the magnitude of the loss. The American military bases in Bahrain and Kuwait and Qatar and Saudi Arabia are among the largest military facilities in the world. These bases have cost us trillions of dollars over multiple decades to build. It has been a huge amount of our military spending over 30 years, and it's just going up in smoke. We've lost radars that cost hundreds of millions of dollars. ഓക്കെ, ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ എൻ്റെ ഒരു ഇൻട്രോ വീഡിയോയ്ക്ക് താഴെ ഒരാൾ എഴുതിയിട്ടത് മരിച്ചുപോയ 160 കുട്ടികൾ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാട്ടോ. ആ കുഞ്ഞുങ്ങൾ ചത്തുപോകേണ്ടവരാണെന്നാണ്. അങ്ങനെ അങ്ങേയറ്റം ഇടുങ്ങിയ ഹൃദയങ്ങളുള്ള ഫാർ റൈറ്റ് വിങ് മനുഷ്യർക്കല്ലാതെ എല്ലാവർക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. അമേരിക്കയിലെ സാധാരണക്കാരടക്കം അത് പറയുന്നുണ്ട്. ശ്രീ ഡിന്നി, ഡേ 1 ട്രംപ് തന്നെ ആവശ്യപ്പെടുന്നു ഇറാനികൾ ഭരണത്തെ മാറ്റി തെരുവിലിറങ്ങണം, നടന്നില്ല. ഡേ 2 ട്രംപ് പറയുന്നു ഇറാനികൾ എന്നോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടു, കേവലം മിനിറ്റുകൾക്കുള്ളിൽ ലാരിജാനി പറഞ്ഞു ഒരു ചർച്ചയ്ക്ക് വരാൻ തയ്യാറല്ല. 6ാം നാൾ ട്രംപ് പറയുന്നു ഇറാൻ ഒരു ഡീൽ ആഗ്രഹിച്ചു, അരാക്ചി പറഞ്ഞു വെടിനിർത്തൽ ഞങ്ങളുടെ അജണ്ടയിലേ ഇല്ല. പിന്നെ പറഞ്ഞു അൺകണ്ടീഷണൽ സറണ്ടർ. പിന്നെ പറഞ്ഞു ഞങ്ങൾക്ക് കൂടി ഇഷ്ടമുള്ള ഭരണാധികാരി വന്നാൽ ഓക്കെ, അപ്പോൾ റെജീം ചേഞ്ച് ഇല്ല. ഇപ്പോൾ പറയുന്നു ഇറാന്റെ സമ്പൂർണ്ണ വിനാശം. നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടതാണ്. ശ്രീ ഡിന്നി, എന്താണ് ഒരു ഹാവ് എ ക്ലിയർ മിഷൻ ഒബ്ജക്റ്റീവ് എന്നത് പ്രധാനമാണ്. അതിന്റെ വ്യക്തമായ അഭാവത്തിലല്ലേ യുദ്ധം എങ്ങനെ നിർത്താൻ കഴിയില്ല എന്ന ആശങ്കയിൽ ട്രംപിന്റെ ഈ വൈരുദ്ധ്യ പ്രതികരണങ്ങൾ? ശ്രീ ഡിന്നി. തീർച്ചയായിട്ടും ശ്രീ ഹാഷ്മി, അതിനകത്ത് യാതൊരുവിധ സംശയമില്ല. അമേരിക്കയ്ക്ക് എക്കാലത്തും പറ്റിയ പല രീതിയിൽ പറഞ്ഞാൽ അവർക്ക് ഒരു യുദ്ധം തുടങ്ങാൻ സാധിക്കാറുണ്ട്. പക്ഷെ അത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പല പ്രാവശ്യം അവർക്ക് അവരുടെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് യാതൊരു സംശയമില്ല. അത് വിയറ്റ്നാം ആയാലും ശരി, ഇറാഖ് ആയാലും ശരി, അഫ്ഗാനിസ്ഥാനായാലും ശരി, ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇറാൻ കോൺഫ്ലിക്റ്റിലായിരിക്കും. അതിലും അവർ ഈ യുദ്ധം തുടങ്ങുന്ന നമ്മൾ അന്ന് തന്നെ ഈ ഒരു കാര്യത്തിൽ ഞാൻ കുറിച്ച് പറഞ്ഞായിരുന്നു. അതായത് എന്താണ് അവരുടെ ഒബ്ജക്റ്റീവ്സ്?
ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ള മിലിറ്ററി ഒബ്ജക്റ്റീവ്സ് വളരെ വ്യക്തമായിരിക്കണം, നമ്മുടെ രാഷ്ട്രീയ ഒബ്ജക്റ്റീവ്സ് വളരെ വ്യക്തമായിരിക്കണം. പക്ഷേ ഈ മിലിറ്ററി ഒബ്ജക്റ്റീവ്സിനകത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത രീതിയിലാണ് അമേരിക്ക ഇതിനകത്ത് ഇറങ്ങിയത്. നമ്മൾ ഡേ 1 തൊട്ട് പറഞ്ഞതാണ്. കാരണം ആദ്യം അവർ പറഞ്ഞത് ഭരണമാറ്റമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ തന്നെ പറഞ്ഞിരുന്നു, ഇറാന്റെ ജനതയെടുത്ത് പറഞ്ഞു നിങ്ങൾ വരൂ, ഇത് ഏറ്റവും നല്ല അവസരമാണെന്നൊക്കെ ഉള്ളത്. പിന്നീട് ഒരു 24-48 മണിക്കൂർ കഴിഞ്ഞപ്പം, അതായത് ഈ 40-41 ഇറാനിയൻ ടോപ്പ് ലീഡർഷിപ്പിനെ ഇല്ലാതാക്കിയിട്ടും അവിടെ ഒരു ഒരു റെവല്യൂഷൻ ഒന്നും വരാതെ കണ്ടപ്പം പിന്നെ അവർ അടുത്ത 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറ്റി തുടങ്ങി. അപ്പം പിന്നീട് അവർ പറയുന്നത് ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ തകർക്കാൻ വേണ്ടിയാണെന്ന്. അപ്പം അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ചോദിച്ചു, നിങ്ങളപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വർഷം എന്തായിരുന്നു ചെയ്തത്? കഴിഞ്ഞ വർഷം നിങ്ങൾ തന്നെയല്ലേ വന്ന് പറഞ്ഞത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒബിലിറ്റേറ്റ് ചെയ്തു, ഇല്ലാതാക്കി എന്നല്ലേ നിങ്ങൾ കഴിഞ്ഞ വർഷം പറഞ്ഞത്? അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഗോൾ പോസ്റ്റ് മാറ്റി, അതായത് ഇപ്പം ന്യൂക്ലിയർ അല്ല, ഞങ്ങൾ അവരുടെ മിലിറ്ററി കാപ്പബിലിറ്റീസിനെ ഇല്ലാതാക്കുകയാണ്, പ്രത്യേകിച്ച് നേവിയെ ഞങ്ങൾ ഇല്ലാതാക്കുകയാണ്, അവരുടെ മിസൈൽ സിസ്റ്റത്തിനെ ഇല്ലാതാക്കുകയാണ് എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് അവർ തിരിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ഒരു വീണ്ടും വിചാരം എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ പോകുന്നത്. അതല്ലാതെ ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ്, നമ്മളെ ഒബ്ജക്റ്റീവ്സ് ഇതാണ്, ഓക്കെ, നമ്മളെ ഒബ്ജക്റ്റീവ്സ് അയത്തുള്ള അലി ഖമേനിയെയും അവരുടെ ലീഡർഷിപ്പിനെ ഇല്ലാതാക്കുക ആണ് എന്നായിരുന്നെങ്കിൽ 24 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹത്തിന് അത് നിർത്താമായിരുന്നു ഈ യുദ്ധം. പക്ഷെ ആ ക്ലിയർ കട്ട് ലാക്ക് ഓഫ് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ഇതിപ്പോൾ നീണ്ടു പോകുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്, അവർക്ക് ഇതിൽ നിന്ന് ഒരു ഇംഗ്ലീഷ് പറയുന്ന ഓഫ് റാമ്പ്, അതായത് ഇവിടുന്ന് എങ്ങനെ ഒരു രക്ഷപ്പെടാം, അതായത് ഇതിൽ നിന്ന് എങ്ങനെ തിരിച്ച് പുറത്തു വരാൻ പറ്റും, ഇപ്പം തുടങ്ങി വെച്ചു, ഇതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരണം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ എങ്ങനെ നിർത്തണം എന്നുള്ളതിന് പഹൽഗാമിൽ നമ്മളെ ഉപദ്രവിച്ചു, നമ്മൾ കൃത്യമായി എന്തായിരുന്നു നമ്മുടെ പ്ലാൻ എന്ന് നമുക്ക് വ്യക്തമായി അറിയാം, നമ്മൾ ഷാർപ്പായി അതിന് പ്രകാരം നമ്മൾ തിരിച്ചടിച്ചു, നമ്മളവിടെ നിർത്തി എന്ന് പറഞ്ഞാൽ വെടിനിർത്തൽ എന്ന് പറയുന്നതും ഒരു യുദ്ധതന്ത്രമാണെന്ന് അത്രയും മനസ്സിലാക്കാൻ ബോധമില്ലാത്തവരാണോ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി സിഡിനി? അതിനകത്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ഇതിനകത്താണ് ഈ പൊളിറ്റിക്കൽ ഇന്റന്റ് അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നത്. മിലിറ്ററി കമാൻഡേഴ്സ് US-ന്റെ ഒക്കെ പ്രൊഫഷണൽ തന്നെ ആയിരിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. അവർ ലോകത്ത് തന്നെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ടുള്ള ആർമിയാണ്, അതിന്റെ റിസോഴ്സ് ഉണ്ടോ. പക്ഷേ ഇവിടെ ലീഡർഷിപ്പ്, ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പിനാണ് എനിക്ക് എൻ്റെ ആ ചോദ്യം. അദ്ദേഹത്തിന് ആ രീതിയിലുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്താ പറഞ്ഞ ഒരു ഫോർസൈറ്റ് ഉണ്ടോ? നമ്മളിപ്പം ഈ ഡൊണാൾഡ് ട്രംപിന്റെ പേഴ്സണാലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാം വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ഈ റിയാലിറ്റി TV ഷോ കാണിക്കുന്ന പോലെ, അതായത് ഞാൻ അവിടെ ചെന്നു, പെട്ടെന്ന് ഒരു കുറെ ബോംബിട്ടു, തിരിച്ചു വന്നു, എല്ലാം ഓക്കെ എന്നുള്ള രീതിയിൽ. ഇപ്പൊ വെനസ്വേല തന്നെ കണ്ടു. വെനസ്വേല എന്തായിരുന്നു, ചെന്നു ഉടനെ പിടിച്ചോണ്ട് വന്നു, ഇല്ലപ്പം ഹോളിവുഡ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ഞങ്ങൾ കിട്ടി, ഞങ്ങൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആർമിയാണ് ഇത് പറഞ്ഞു. ഇതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇറാനിൽ നേരെ B-2 ബോംബേഴ്സ് ഉപയോഗിച്ചു, എല്ലാം തകർത്തു. പക്ഷെ ഇവിടെ ഈ രീതിയിൽ തന്നെ നടക്കുന്നതാണ് അദ്ദേഹം ആ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ്. അതിനകത്തുള്ള അനാലിസിസ് അദ്ദേഹം ആ പൊളിറ്റിക്കൽ എക്യുപ്മെന്റ് പുള്ളി കാണിച്ചിട്ടില്ല. അതാണ് മിലിറ്ററി കമാൻഡേഴ്സിന് പറ്റുന്നത്. അപ്പോൾ മിലിറ്ററി സംബന്ധിച്ചോ നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ അവർ ചെയ്യും. ഇപ്പം ബോംബിടാൻ പറഞ്ഞാൽ അവർ ബോംബിടും, അവരടുത്ത് നിർത്താൻ പറഞ്ഞാൽ അവർ നിർത്തും. പക്ഷെ ആ നിർത്താൻ പറയാനുള്ള ഗട്ട്സ്, ഞാൻ വിശ്വസിക്കുന്ന ഒരു യുദ്ധം തുടങ്ങുന്നതിനെക്കാട്ടിയും കൂടുതൽ ഗട്ട്സ് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി വേണം ഒരു യുദ്ധം നിർത്താൻ. ആ രാഷ്ട്രീയ ഇച്ഛാശക്തി ഇപ്പം ഡൊണാൾഡ് ട്രംപിന് ഉണ്ടോ ഇല്ലയോ എന്നാണ് ലോകം മൊത്തം കാണുന്നത്. കാരണം ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ അത് ഡൊണാൾഡ് ട്രംപ് വിചാരിച്ചാൽ മാത്രമേ നിർത്താൻ പറ്റൂ. അതല്ലാതെ ഇറാൻ അവർ കീഴടങ്ങും, ഇപ്പം പറഞ്ഞ പോലെ നിങ്ങൾ കീഴടങ്ങും, അല്ലെങ്കിൽ എനിക്ക് പുതിയ ഒരാളെ തരും, ഇത് അവർ ഇറാന്റെ ജനത ആത്മാഭിമാനമുള്ള ആളുകൾ എന്താണ് ഇപ്പം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ട് അവർ പുതിയൊരു നേതാവിനെ പിടിച്ച് അവർ കൊടുക്കുക, ഇതാണ് നമ്മുടെ നേതാവ് എന്ന് പറയൂ? ഇല്ല, അതൊന്നും പറയാൻ നടക്കാൻ പോകുന്നില്ല. അതൊരു സറണ്ടർ ചെയ്യാൻ പറ്റുന്നില്ല. അവർ ഉള്ള കാര്യങ്ങൾ വെച്ച് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവരുടെ റിസോഴ്സസ് ചിലപ്പോൾ കുറഞ്ഞുകൊണ്ട് വരും, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷെ അവരെ പറ്റുന്ന രീതിയിലുള്ള അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ പ്രതീക്ഷയിലാണ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുന്നത്. അതായത് നമ്മൾ 1971 പാകിസ്ഥാനെ സറണ്ടർ ചെയ്യിപ്പിച്ച പോലെ അങ്ങനെ എന്തെങ്കിലും നടക്കും എന്നുള്ളതാണെങ്കിൽ അത് വളരെ വളരെ ഒരു എന്താ പറയുക, ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് സാധിക്കുന്ന കാര്യമാണെന്ന്. ഡൊണാൾഡ് ട്രംപ് വന്ന് വിചാരിച്ച് പറയാണ് ഓക്കെ, ഒരു ദിവസം അദ്ദേഹം ഇതന്നെ എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം, ഒരു ദിവസം ട്വിറ്ററിൽ വരും, ഞങ്ങളെല്ലാം ജയിച്ചു, ഞങ്ങളെല്ലാം ചെയ്തു, വളരെ നല്ലതാണ്, ഗ്രേറ്റസ്റ്റ് ആർമിയാണ്, മിലിറ്ററിയാണ്, ഗ്രേറ്റസ്റ്റ് സക്സസ് ആണെന്ന് പറഞ്ഞിട്ട് അതങ്ങ് നിർത്തും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡീൽ എന്നുള്ള രീതിയിലേക്ക് ഒരു എഗ്രിമെന്റോ എന്തെങ്കിലും ഒരു കാരണം കണ്ട് നിർത്താനാണ് സാധ്യത. അല്ലാതെ വേറെ ആരും വിചാരിച്ചാൽ ഈ യുദ്ധം നിർത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഇപ്പം അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു ഷോ നയിക്കുന്ന ആളാണ് ജിമ്മി ഫാലൻ. സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡപ്പ് കോമഡി ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് ഞാൻ ജോസഫ് ഫാലനിലേക്കാണ്. Monday, invasion. Tuesday, speech. Wednesday, briefing.
Struggle not to fall asleep. Thursday, Google, where's Iran? I should probably think of plan. Make announcement on TikTok. Supreme leaders now Kid Rock. Build a ballroom, throw a bash. Put some lotion on neck rash. Watch the market drop and crash. Urkel vibes, did I do that? Sleep then tan, then run a mile. JK, white out Epstein files. Take a break, enjoy the weekend. While we're at it, invade Greenland. 10-10 sleep rash, need more lotion. Throw more files in the ocean. 10 war sleep war, rest my eyes. Wake me when I win peace prize. ജോസഫ് ആന്റണി ഈ ട്രംപിന്റെ അസ്ഥിരത കളിയാക്കാണ് ജിമ്മി. കളിയാക്കലാണ് ജിമ്മിയുടെ പ്രധാന ജോലി. സ്റ്റാൻഡപ്പ് കോമഡി അങ്ങനെയാണല്ലോ. അത് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സമ്പൂർണ്ണ വിനാശമാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങളെ തെരുവിലിറങ്ങൂ, ഈ ഭരണകൂടത്തെ താഴെ ഇറങ്ങൂ എന്ന് പറഞ്ഞ ട്രംപ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇറാനെ സമ്പൂർണ്ണം നശിപ്പിക്കാൻ പോവാ എന്നാണ് മുന്നറിയിപ്പ്. ജോസഫ് ആന്റണി നോക്കി എപ്സ്റ്റീൻ തിയറി, ഇപ്പോൾ ജിമ്മി പറഞ്ഞ എപ്സ്റ്റീൻ തിയറി ആദ്യം മുതൽ തന്നെ കേൾക്കുന്നുണ്ട്. പലതും ലോജിക്കലായി തോന്നുകയും ചെയ്തിരുന്നു. ആ DOJ വെബ്സൈറ്റിൽ കയറി കുറച്ചൊന്ന് വായിച്ചു നോക്കിയതാണ്. നമ്മുടെ തലച്ചോറിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ഈവലുണ്ടല്ലോ, ഒരു തിന്മ, അതിൻ്റെ അപ്പുറമാണ്. ഞാൻ വായന നിർത്തി. ഇന്നലെ പുറത്തു വന്ന ഫയലുകളിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടിയോടെ ഈ ട്രംപ് കാട്ടിക്കൂട്ടിയ സെക്ഷൽ വൈകൃതങ്ങൾ, വൃത്തികേടുകളുടെ മൊഴിയാണത്. ആ എപ്സ്റ്റീൻ തിയറി ജിമ്മി അടക്കം സംശയിച്ച് ശരിയാണെങ്കിൽ അമേരിക്കൻ സൈനികരുടെ കുറേ ശവപ്പെട്ടികൾ വീടുകളിലേക്ക് എത്തിയാലും വേണ്ടില്ല. കരയുദ്ധമടക്കം യുദ്ധം നീട്ടലിൽ ട്രംപിൻ്റെയും രാഷ്ട്രീയ ആവശ്യമാണ്. ജോസഫ് ആന്റണി. ഈ ജർമ്മൻ യുദ്ധതന്ത്രജ്ഞനായിട്ടുള്ള ഒരാളുണ്ട്, കാൾ വോൺ ക്ലോസ്വിറ്റ്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഈ യുദ്ധത്തെക്കുറിച്ച് പറയും, വാർ ഈസ് ദ കണ്ടിന്യൂഷൻ ഓഫ് പൊളിറ്റിക്സ് ബൈ അതർ മീൻസ് എന്ന് പറയും. യുദ്ധം എന്നത് രാഷ്ട്രീയത്തിൻ്റെ ഒരു തുടർച്ചയാണ് എന്നാണ്, മറ്റൊരു രൂപത്തിലുള്ള തുടർച്ചയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മളിവിടെ കാണുന്നതും അതുതന്നെയാണ്. വളരെയധികം പ്രതിസന്ധി ആഭ്യന്തരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയിൽ. ഇവിടെ നമ്മൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെയധികം വിമർശനങ്ങൾ, വളരെയധികം ആളുകളുടെ എതിർപ്പുകൾ, വളരെയധികം ചോദ്യങ്ങൾ ഈ ട്രംപിൻ്റെ എപ്സ്റ്റീൻ ഫയലുമായി ബന്ധപ്പെട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ അദ്ദേഹം തുടങ്ങി വെച്ച താരിഫിൻ്റെ ഫലമായിട്ട് ജനജീവിതം വളരെയധികം ദുസ്സഹമായിരിക്കുന്നു. അതിനോടൊപ്പം ആഗോളതലത്തിൽ ഈ AI ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ കഴിഞ്ഞ മാസം തന്നെ ഏതാണ്ട് 90,000 തൊഴിലുകൾ നഷ്ടപ്പെട്ടു എന്ന് വന്നിരിക്കുന്നു. അതായത് അമേരിക്കയിലെ ജനത വളരെയധികം പ്രതിസന്ധികളെ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ, പ്രത്യേകിച്ച് ഈ എപ്സ്റ്റീൻ ഫയലിൻ്റെ കാര്യത്തിൽ ട്രംപ് നേരിടുന്ന സന്ദർഭത്തിൽ അതിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനും നവംബർ മാസം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയെ രക്ഷിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്ന് നമുക്ക് പുറമേ തോന്നാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതല്ല വാസ്തവത്തിൽ. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ അമേരിക്ക വർഷങ്ങളായി തുടർന്നു വരുന്ന, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മുതൽ തുടർന്നു വരുന്ന ഒരു വിദേശ നയമുണ്ട്, ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. അത് സാമ്രാജ്യത്വത്തിൽ അധിഷ്ഠിതമായ വിദേശ നയമാണ്. അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആഗോള രാഷ്ട്രീയത്തെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുക, ചൂഷണം ചെയ്യുക എന്ന് പറയുന്ന ലക്ഷ്യമാണ്. അതിന് ഈ അടുത്ത കാലത്തൊരു മങ്ങലേറ്റിട്ടുണ്ട് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കാരണം. പക്ഷേ ഈ ദുർബലമായി കൊണ്ടിരിക്കുന്ന അമേരിക്കൻ മേധാവിത്വത്തെ പിടിച്ചു നിർത്താനും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ, അവരുടെ ജൂനിയർ പാർട്ട്ണറായിട്ടുള്ള പശ്ചിമേഷ്യയിൽ സമ്പൂർണ്ണമായ ആധിപത്യം, ഈ പാലസ്തീൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇസ്രായേലിന് ഏൽപ്പിച്ചു കൊടുക്കാനും സമ്പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാനും അതിനെ എതിരായിട്ട് നിൽക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ കൂടി ഇല്ലാതാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഗ്രാൻഡ് പ്രോജക്റ്റിൻ്റെ ഭാഗമാണ് ഈ യുദ്ധമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഇവിടെ കാണേണ്ട കാര്യം, ഇവിടെ നമുക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ഇതൊരു അസമമായ യുദ്ധമാണ്. ഇതൊരു ദാവീദും ഗോലിയാത്തും തമ്മിൽ നടക്കുന്ന യുദ്ധമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്കറിയാം ഈ അവസാനത്തെ ഘട്ടത്തിൽ ഈ ദാവീദായിരിക്കും, അതായത് ഈ ആയുധങ്ങളൊന്നുമില്ലാതെ നിൽക്കുന്ന ദാവീദായിരിക്കും ഈ യുദ്ധത്തിൽ വിജയിക്കുക എന്ന് പറയുന്ന തലത്തിലേക്ക് അന്തർദേശീയ സമൂഹം പൊതുവിൽ വരുന്നുണ്ട് എന്ന് നമുക്കറിയാം. ഇന്നിപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടൊരു ഒരു അനാലിസിസ് കേട്ടത് $6 ബില്യൺ ഒരു ദിവസം അമേരിക്ക ഈ യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. $6 ബില്യൺ. ഈ $6 ബില്യൺ ആരുടെയാണ്? ഈ $6 ബില്യൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ ടാക്സ് പേയേഴ്സിൻ്റെ പണമാണ്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ നിരന്തരം എത്ര ദിവസം യുദ്ധങ്ങൾ നടക്കുമ്പോൾ എന്തായിരിക്കും ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാം. 2003 ഇറാഖ് യുദ്ധം നടന്നപ്പോൾ അതിനെ വിലയിരുത്തിക്കൊണ്ട് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ജോസഫ് സ്റ്റീഗ്ലിറ്റ്സ് പറഞ്ഞു, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ തകരാൻ തുടങ്ങിയത് ഇറാഖിൽ ഈ അമേരിക്ക നടത്തിയ ആക്രമണം മുതലാണ് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പദ്ധതിയുടെ ഫലമായിട്ടാണ് അദ്ദേഹം ഈ യുദ്ധം തുടങ്ങിയിരിക്കുന്നത്. ഇതൊരു അസമമായ യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ
ഗാങ്സ്റ്റേഴ്സ് ഡിലമ എന്ന് പറയുന്ന ഒരു ഡിലമയുണ്ട്. അതായത് വലിയ കരുത്തിൽ വിശ്വസിക്കുന്നവരാണ് അവർ. ആ കരുത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ മുൻപിൻ നോക്കാതെ ആക്രമണത്തിലേക്ക് ഇറങ്ങും. അങ്ങനെ മുൻപിൽ നോക്കാതെ ആക്രമണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ഗോലിയാത്തിന് പറ്റിയതുപോലെ ഒരു സംഭവം ഉണ്ടാവും. കാരണം അവർ പിന്നെ അവരുടെ വിവേചന ബുദ്ധി പ്രവർത്തിക്കില്ല. വിവേചന ബുദ്ധി പ്രവർത്തിക്കാത്തതുകൊണ്ട് അവർ അറിയാത്ത ആപത്തുകളിലേക്ക് ചെന്ന് കയറും. അങ്ങനെ ആപത്തുകളിലേക്ക് ചെന്ന് കയറുമ്പോൾ അവർക്ക് അപകടമുണ്ടാകും. നമുക്കെല്ലാവർക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ 2003 ഇറാഖിൽ ചെന്ന് കയറി. എന്ത് സംഭവിച്ചു? ഇറാഖിന് അമേരിക്കയ്ക്ക് സാമ്പത്തികവും രാഷ്ട്രീയവും അഭിമാനത്തിൻ്റെ ക്ഷതവും ഉണ്ടായത് പുറമെ ലോകത്തെ ഏറ്റവും വലിയ കൂടുതൽ ഭീകരന്മാരെ സൃഷ്ടിക്കുന്ന IS പോലെയുള്ള ഭീകരന്മാരെ സൃഷ്ടിക്കുന്നത് ഇടമായി ഇറാഖ് മാറി. അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം അവിടെ നിന്നു. അമേരിക്കയ്ക്ക് നാണം കെട്ട് പുറത്തു പോകേണ്ടി വന്നു. അവിടെ അരക്ഷിതാവസ്ഥയും അരാജകാവസ്ഥയും സൃഷ്ടിച്ചു. പിന്നെ ലിബിയയിൽ അവർ പോയി. എന്തിന് 1955 മുതൽ 75 വരെ വിയറ്റ്നാമിൽ പോയി. വിയറ്റ്നാമിൽ ആയിരക്കണക്കിന് അമേരിക്കൻ പട്ടാളക്കാരെ കുരുതി കൊടുത്തു. എന്ത് സംഭവിച്ചു? അവസാനം പരാജയപ്പെട്ട് ഓടേണ്ടി വന്നു. ഇതാണ്, അതായത് അമേരിക്കയുടെ, നമ്മൾ ട്രംപിൻ്റെ കാര്യത്തിൽ പ്രത്യേകം നമ്മൾ പറയേണ്ട ഒരു കാര്യം, ഈ ട്രംപ് എന്ന് പറയുന്ന നേതാവിൻ്റെ പോളിസി ഇല്ലായ്മയാണ് അദ്ദേഹത്തിൻ്റെ പോളിസി എന്ന് പറയാം. അപ്പോൾ അത് അങ്ങനെ ഒരു വളരെ അപകടകരമായ ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ അമേരിക്ക പിന്തുടരുന്നത് ഈ സാമ്രാജ്യത്വ വിദേശ നയമാണ്. സാമ്രാജ്യത്വ വിദേശ നയത്തിൻ്റെ ഒരു കാര്യം, ചിലപ്പോഴെങ്കിലും അവർ ഈ റൂൾസ് ബേസ്ഡ് വേൾഡ് ഓർഡർ ഫോളോ ചെയ്യും. ചിലപ്പോഴെങ്കിലും അവരുടെ ആവശ്യത്തിനെങ്കിലും ഒരു ചട്ടപ്രകാരമുള്ള ലോകക്രമം അവർ ഫോളോ ചെയ്യും. ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, ഈ ചട്ടങ്ങളെ മുഴുവൻ, അതായത് എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും എല്ലാ അന്തർദേശീയ സ്ഥാപനങ്ങളെയും ഇല്ലാതാക്കുകയും ഇഷ്ടപ്രകാരമുള്ള ലോകക്രമം, ട്രംപിന് ഇഷ്ടപ്രകാരമുള്ള ഒരു ലോകക്രമത്തെ, അതായത് ഞാൻ തീരുമാനിക്കുന്നതാണ് ലോകക്രമം എന്ന് പറഞ്ഞുകൊണ്ട് ഐക്യരാഷ്ട്ര സംഘടന ഉണ്ടോ? ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയില്ല. പിന്നെ ഈ WTO എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയെ നിയമിക്കാത്തതുകൊണ്ട് WTOയുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. WHOയിൽ നിന്ന് പിന്മാറി. 66 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നാണ് പിന്മാറിയത്. എന്ന് പറഞ്ഞാൽ ഈ ഒരു തരത്തിലുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ വേണ്ട, ഐക്യരാഷ്ട്ര സംഘടന വേണ്ട, ഞാൻ തീരുമാനിക്കുന്ന ബോർഡ് ഓഫ് പീസ് മതി എന്ന് പറഞ്ഞിട്ട് ആ ബോർഡ് ഓഫ് പീസിനെ സൃഷ്ടിക്കുകയും, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ആദ്യം ഗാസയുടെ കാര്യമാണ് തീരുമാനിക്കാൻ പോകുന്നത്, പിന്നെ ലോകത്തിൻ്റെ മറ്റുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ബോർഡ് ഓഫ് പീസ് എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കി വെച്ച സമാധാന പ്രസിഡന്റാണെന്ന് പറഞ്ഞ ട്രംപാണ് ലോകത്ത് 2025 7 യുദ്ധങ്ങൾ നടത്തി. ഇപ്പോൾ ഈ ജനുവരി മാസം 28-ാം തീയതി ജനുവരി മാസം 3-ാം തീയതി വെനസ്വേലയുടെ പ്രസിഡന്റിനെ പിടിച്ചുകൊണ്ടുപോയി. ഫെബ്രുവരി മാസം 28-ാം തീയതി ഇറാൻ്റെ 49ഓളം അവരുടെ പരമോന്നത നേതാവായ ഉൾപ്പെടെയുള്ള 49ഓളം പേരെ പിന്നെ വധിച്ചു. ഇന്ന് പറയുകയാണ് ഞാൻ അടുത്തത് ക്യൂബയിലാണ് എന്ന് പറഞ്ഞാൽ ജനുവരിയിൽ വെനസ്വേല, ഫെബ്രുവരിയിൽ ഇറാൻ, പിന്നെ മാർച്ചിൽ ക്യൂബ, പിന്നെ മെക്സിക്കോ, കൊളംബിയ. ഈ തരത്തിൽ ലോകത്തെ അപകടത്തിലാക്കുന്ന, അരാജകാവസ്ഥയിലാക്കുന്ന, സംഘർഷത്തിലാക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ശ്രീ മേരി ജോർജ് വളരെ വിശദമായി മലയാളികളും കേരളവും നേരിടാൻ പോകുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ കാണേണ്ട കാര്യം, അതായത് അമേരിക്കയിലെ അടുക്കള മുതൽ ഇന്ത്യയിലെ അടുക്കള വരെ സംഘർഷമുണ്ടാക്കിയ ഒരു നമ്മൾ സാധാരണ പറയും ഹീസ് എ വാർ ക്രിമിനൽ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം യാതൊരു നിയമങ്ങളും പാലിക്കാതെ 7-ാം നാൾ നമുക്ക് 60 രൂപ നമ്മുടെ പോക്കറ്റിൽ നിന്ന് അധികമായി പോകുന്നെങ്കിൽ അത് ചെറിയ ഇമ്പാക്റ്റ് അല്ലല്ലോ. ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഇപ്പോൾ ഈ ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറയുന്നത്, ഈ പറയുന്ന ഏത് മേഖലയും നോക്കാതെ ഇറാന്റെ സർവ്വവിനാശം ഉണ്ടാക്കുമെന്നു, അതുകൊണ്ട് പെട്ടെന്ന് കീഴടങ്ങുമെന്ന് പറഞ്ഞു. അതിന് തൊട്ടു മുമ്പ് പറഞ്ഞു എനിക്ക് കൂടി ഇഷ്ടമുള്ള, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കൂടി ഇഷ്ടമുള്ള നേതാവിനെ വെച്ചാൽ ഓക്കെ എന്ന് പറഞ്ഞു. ഏത് ന്യൂയോർക്കിൽ ഒരു മേയറെ തീരുമാനിക്കാൻ കഴിയാത്ത ട്രംപ്. അതിനു മുമ്പ് പറഞ്ഞു അൺകണ്ടീഷണൽ സറണ്ടർ. അന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി ചോദ്യത്തിന് കൊടുത്ത മറുപടി ഒന്ന് കേൾക്കാം. No, we are waiting for them. You are waiting for the U.S. military to invade the ground troops? Yes, because we are confident that we can confront them, and that would be a big disaster for them. ശ്രീ നിർമ്മൽ അബ്രഹാം, അവിടെ അബ്ബാസ് അറാക്ചി യുദ്ധത്തിന് ശേഷം ഇറാന്റെ ഒരു വക്താവ് ഒരു ഫേസ് ഉണ്ടാവുന്നുണ്ട്. കരയുദ്ധത്തിന് തയ്യാറാണെന്ന് ചോദിച്ചാൽ ആത്മവിശ്വാസം ചോരാത്ത ഇറാന്റെ മന്ത്രിയുടെ മറുപടിയാണ് കേട്ടത്. ഇന്ന് CNN ന്യൂസ് 18 പുറത്തുവിട്ടൊരു ഇന്റലിജൻസ് അസസ്മെന്റ് റിപ്പോർട്ടുണ്ട്. തദ്ദേശീയമായി ഇറാൻ ഉണ്ടാക്കിയെടുക്കുന്ന കമിക്കാസെ ഡ്രോണുകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ പറ്റിയാണ്. അതായത് $20,000 കുറഞ്ഞ ചെലവിൽ ഉണ്ടാക്കുന്ന ഡ്രോണുകളെ വീഴ്ത്താൻ, ഷഹീദ് ഡ്രോണുകളെ വീഴ്ത്താൻ, താടും പേട്രിയോട്ടും ഇന്റർസെപ്റ്ററുകൾക്ക് നഷ്ടം ദശലക്ഷക്കണക്കിന് $. 1000 രൂപയുടെ ഒരു സാധനം നശിപ്പിക്കാൻ ഏതാണ്ട് 50 ലക്ഷം രൂപ ചെലവാക്കേണ്ടി വരുന്ന അവസ്ഥ. ഇന്നലെ ഡിഫൻസ് കോൺട്രാക്ടർമാരെ വിളിച്ച് ആയുധ നിർമ്മാണം വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടാൻ ട്രംപ്. എന്താണ് കാരണം? ഈ താടും ഈ പറയുന്ന ടോമോഹോക്ക് അടക്കം ഗണ്യമായി കുറയുന്നു. അതായത് ഒരു സൈഡ് പൊടുന്നനെ യുദ്ധത്തിനിറങ്ങി, ആരാണ്? ഗോലിയാത്ത്. മറു സൈഡ് കാലങ്ങളായി കാത്ത് പ്രിപ്പയർ ചെയ്ത യുദ്ധം, ആരാണ്? ദാവീദ്. അതല്ലേ യാഥാർത്ഥ്യം, ശ്രീ നിർമ്മൽ അബ്രഹാം? അല്ല, ഇവിടെ തീർച്ചയായിട്ടും ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ ഇറാനിലോട്ട് പോകുന്നത് ശരിക്കും വിനാശകരമായിരിക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇറാഖോ
ആകപ്പാടെ ലിബിയ മാത്രമാണ് സൈസുള്ള ഒരു രാജ്യം. പക്ഷേ ലിബിയക്ക് ഇത്രയും വലിയൊരു മിലിറ്ററി സ്ട്രക്ചറോ IRGCയോ ഒന്നുമില്ല. അവിടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഓൾറെഡി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രയാസമാണ്. ഗ്രൗണ്ട് ഇൻവേഷൻ ഇറാനിൽ നടത്തുക എന്ന് പറയുന്നത് വിർച്വലി ഇമ്പോസിബിൾ ആണ്, അൺലെസ് അമേരിക്ക അതിന് മുമ്പ് തന്നെ എയർ സ്ട്രൈക്കുകൾ വഴി മാരകമായ ഡാമേജ് ഏൽപ്പിക്കുക, IRGCയുടെ തലപ്പത്തുള്ളവരെ കുന്നുകളയുക എന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോലും ബുദ്ധിമുട്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഇവിടെ ട്രംപിൻ്റെ ഗോള് ഒരു പക്ഷേ അദ്ദേഹം പല ഗോളുകൾ പറയുന്നുണ്ടെങ്കിലും ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഈ പറഞ്ഞ് കയറി ഇറങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഇറാഖ് ആയിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ ആയിക്കോട്ടെ, ലിബിയ ആയിക്കോട്ടെ, ഇവിടെയൊക്കെ ചെയ്തപ്പോൾ അവസാനം സംഭവിച്ചത് എന്താണെന്നുള്ളത് ഇതിന് മുമ്പത്തെ പാനലിസ്റ്റുകളും പറഞ്ഞു. അവിടെയെല്ലാം ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകുന്നു, ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാകുന്നു, ആയുധശേഖരങ്ങൾ തുറന്നിട്ടിട്ട് പോകുന്നു, അങ്ങനെ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നു. ആ ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി മറ്റ് ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ അമേരിക്ക ഉണ്ടാക്കുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഈ രാജ്യങ്ങളുടെയൊക്കെ അവസ്ഥ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ, പരാജയമാണ്. അവിടെ ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സോടെ ആ രാജ്യങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ആരും കാണാത്ത ഒരു ഗോള് ട്രംപ് കാണുന്നതായിരിക്കും. അവിടെ ഇത്തരത്തിൽ ഇപ്പോൾ ലീഡർഷിപ്പ് വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധം കാണില്ല. പക്ഷേ എയിം ചെയ്യുന്ന IRGCയെയും അതേപോലെ മറ്റ് സുപ്രീം ലീഡർ ആകാൻ നമ്പർ 2, 3rd in line, 4th in line നിൽക്കുന്നവരെയും വധിച്ച് അതിനുശേഷം ഗ്രൗണ്ട് ഇൻവേഷന് പോകാതെ എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പോയാലും ഒരു പരിധിവരെ അതൊരു വിജയമായിട്ട് കാണുന്നയാളാണ് ട്രംപ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പല ഗോൾ പോസ്റ്റുകൾ ഇടുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഇലക്ഷനിൽ നേരത്തെ പറഞ്ഞ 2026 നവംബർ ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ മാരകമായിട്ടുള്ള സ്റ്റീവ് ബാൻ എന്ന് പറഞ്ഞ ആളെന്ന് പറഞ്ഞാൽ ട്രംപിനെ അതിഭയങ്കരമായി സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. നമ്മുടെ H-1B വീസ പോലുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോഴത്തേക്കും ട്രംപിനെ പുകഴ്ത്തിയൊരു വ്യക്തിയാണ്. കഴിഞ്ഞ ടേമിലും ഈ ടേമിലും അദ്ദേഹം പോലും ഇന്ന് മാറ്റി പറഞ്ഞിരിക്കുന്നു. വർഷങ്ങളായിട്ട് ജേർണലിസത്തിലൂടെ ട്രംപിന് 110% സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരുന്ന ടക്കർ കാൾസൺ മാറ്റി പറഞ്ഞിരിക്കുന്നു. അവിടെ ബ്ലെക്സിറ്റ് പോലുള്ള സംഘടനകൾ രൂപീകരിച്ച കാൻഡസ് ഓവൻസ് എന്ന് പറഞ്ഞ കറുത്ത വർഗ്ഗക്കാരിയായിട്ടുള്ള ഒരുപാട് ഫാൻ ഫോളോയിങ്, പ്രത്യേകിച്ച് കറുത്ത വർഗ്ഗക്കാർക്കിടയിൽ ട്രംപിൻ്റെ വോട്ട് വർദ്ധിപ്പിക്കാൻ സഹായിച്ചൊരു വ്യക്തിയാണ് കാൻഡസ് ഓവൻസ്. അവർ മറിച്ച് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ വലിയൊരു പോർഷൻ ആളുകൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കുള്ളിൽ തന്നെ മാറിപ്പറയുന്നു. പക്ഷേ വേറൊരു പോർഷൻ ആളുകൾ ഇതിനെ കാണുന്നത് എങ്ങനെയാണെന്ന് കണ്ടാൽ നമ്മൾ അതിശയിച്ചു പോകും. അവർ പറയുന്നത് ട്രംപ് ചെയ്യുന്നത് ശരിയാണ്. കാരണം ഇപ്പോൾ പാനമ കനാൽ ആയിക്കോട്ടെ, ക്യൂബ ആയിക്കോട്ടെ, വെനിസ്വേല ആയിക്കോട്ടെ, അമേരിക്കൻ ആധിപത്യം തിരിച്ചു കൊണ്ടുവരാനല്ലേ അദ്ദേഹം നോക്കുന്നത്. നിങ്ങൾ അതെന്തുകൊണ്ട് കാണുന്നില്ല എന്ന് പറയും. ഇപ്പോൾ അമേരിക്കയിലുള്ള സുഹൃത്തുമായിട്ട്, അവിടുത്തെ അമേരിക്കൻ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് തർക്കിച്ച കാര്യം ഇതാണ്. അത് നിങ്ങൾ കാണുന്നില്ല. കാരണം വെനിസ്വേല നമ്മൾ പിടിച്ചെടുത്തപ്പോഴത്തേക്കും അവർ രഹസ്യമായിട്ട് ചൈനയ്ക്കും റഷ്യയ്ക്കും ഇറാനും ക്യൂബയ്ക്കും കൊടുത്തുകൊണ്ടിരുന്ന ഓയിൽ നമ്മൾ നിർത്തി. ഇന്ന് നിങ്ങൾക്ക് ഈ ക്രൈസിസ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഈ ഓയിൽ തരാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചത് നിങ്ങളുടെ ഗുണത്തിനല്ലേ? ഇപ്പം അമേരിക്ക ഇത് മൾട്ടി ഫ്രണ്ടലായിട്ടാണ് കാണുന്നത്. ഒരു വശത്ത് ഇസ്രായേലിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇറാനെ തകർക്കുന്നു, മറുവശത്ത് ഈ തകർച്ച ഉണ്ടാകുമ്പോൾ അവർ ഗെയിൻ ചെയ്യുന്ന പല രൂപത്തിൽ. ഇപ്പം നേരത്തെ മേരി മാഡോയുടെ ക്രൂഡ് ഓയിലിൻ്റെ കാര്യം സൂചിപ്പിച്ചു. ഈ ക്രൂഡ് ഓയിലിൻ്റെ ഇഷ്യൂ ബാധിക്കുന്ന ഒരുപാട് രാജ്യങ്ങൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുണ്ട്. അതിൽ തന്നെ പല രാജ്യങ്ങളും ആദ്യം നേരെ പോയിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുടെ അടുത്താണ്. ഗ്രാജുവലി ഇത് എന്ന് നിൽക്കുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇന്തോനേഷ്യ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള എണ്ണ ട്രേഡ് ഞങ്ങൾ നിർത്തുവാണ്, അമേരിക്കയായിട്ട് ആശ്രയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. സൗത്ത് കൊറിയ മിക്കവാറും അങ്ങോട്ട് തന്നെ പോകാൻ സാധ്യതയുണ്ട്. ജപ്പാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും ഏറെക്കുറെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് ഇത് ഗെയിനാണ്. അത് ക്രൂഡ് ഓയിലിൻ്റെ കേസിൽ മാത്രമല്ല, ഇപ്പോൾ LPG, ഇപ്പം സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൻ്റെ കാര്യം കൂടെ ഞാൻ പറയാം. നേരത്തെ ക്രൂഡ് ഓയിലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇവിടെ ഉള്ളവർക്ക് ടെൻഷനുണ്ട്. ക്രൂഡ് ഓയിൽ മാത്രമല്ല, LPGയുടെ ഇന്ത്യയുടെ നീഡിൻ്റെ 60% വരുന്ന ആ വഴിയാണ് LNG. അതായത് നമ്മുടെ ഫെർട്ടിലൈസേഴ്സ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള LNG അത് അവൈലബിൾ ആകുന്നില്ല. അതിൻ്റെ 60% വരുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിക്ക് വേണ്ടിയാണ്. എന്നാൽ ഇവിടെ നമുക്ക് ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കുറവാണ്. അതും വരുന്നത് എവിടെ നിന്നാണ്? അതിൻ്റെ 90% വരുന്നത് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ നിന്നാണ്. യൂറിയ, അമോണിയ, സൾഫൈറ്റ് പോലുള്ള. അപ്പോൾ ഇതൊന്നും നമുക്ക് നേരിട്ട് കിട്ടുന്നില്ല. ഇത് കൂടാതെ മെത്തനോള്, NGL, നാച്ചുറൽ ഗ്യാസ് ലിക്വിഡ്സ്, അതായത് പ്രൊപ്പെയിൻ, ബ്യൂട്ടെയിൻ, ഈത്തേൻ എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നിപ്പോൾ കത്തി നിൽക്കുന്ന മാർക്കറ്റ്. ഇപ്പോൾ സിന്തറ്റിക് റബ്ബർ കാരണമാണ് ഇപ്പം MRFും സിയറ്റും അപ്പോളോയും പോലൊക്കെയുള്ള കമ്പനികൾ സിന്തറ്റിക് റബ്ബറാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് വലിയൊരു അടിയാണ്. പ്രൊപ്പെയിൻ ആയിക്കോട്ടെ, പ്ലാസ്റ്റിക്കുകളുടെ സെഗ്മെൻറ്റിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു NGL ആണ്. അപ്പോൾ ഇതെല്ലാം പല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമ്മളെ ക്രൂഡ് ഓയിൽ മാത്രമല്ല, LPG, LNGയും എല്ലാം നമുക്ക് ഷോർട്ടേജ് വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ എങ്ങോട്ട് പോകണമെന്നാണ് നോക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് നോക്കും. മുന്നോട്ട് പോകുമ്പോൾ ഇതൊന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ത്യ അമേരിക്കയെ ആശ്രയിക്കും, മറ്റ് രാജ്യങ്ങളും അമേരിക്കയെ ആശ്രയിക്കും. അവിടെയും ട്രംപ് ലാഭം കൊയ്യാൻ നോക്കുകയാണ്. അപ്പോൾ ഒരു വശത്ത് ജീവനുകൾ കൊയ്തെടുക്കുന്നു, മറുവശത്ത് ലാഭം കൊയ്തെടുക്കുന്നു എന്നുള്ള സ്ട്രാറ്റജിയാണ്. അൺഫോർച്ചുനേറ്റ് ആണ്. പക്ഷേ ഇത് നേരത്തെ ശ്രീ ഡിന്നി പറഞ്ഞ പോലെ ഇതിൻ്റെ അത് ട്രംപ് മാത്രമാണ് തീരുമാനിക്കുക എന്ന് പറയുന്നത്. മറ്റാരും തീരുമാനിച്ചാൽ യുദ്ധത്തിന് അവസാനം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, മേരി ടീച്ചർ, ഇവിടെ അമേരിക്കയുടെ ഒരു ട്രഷറി സെക്രട്ടറി ഉളുപ്പില്ലാതെ പറഞ്ഞ് നമ്മൾ കേട്ടാണ്. ആ വാക്ക് എന്നോട് ക്ഷമിക്കണം.
അദ്ദേഹം വാർത്താ ചാനൽ എന്ന് പറയുകയാണ്, അവിടുത്തെ ചാനൽ എന്ന് പറയുകയാണ്, ഞങ്ങൾ ഇന്ത്യയിലെ കൂട്ടുകാരോട് പറഞ്ഞു കുറച്ച് റഷ്യ എണ്ണ മേടിച്ച് പ്രശ്നം പരിഹരിക്കാൻ പറഞ്ഞു. അപ്പോൾ റഷ്യ എണ്ണ മേടിച്ചു. ഇപ്പോൾ ഞങ്ങൾ പറയുമ്പോൾ അവർ നിർത്തും. എന്നിട്ട് ഈ പറയുന്ന ഞങ്ങൾ അനുവാദം കൊടുത്തു എന്നൊക്കെ ഇട്ട് ഈ പറയുന്ന എന്താണ് അറിയിപ്പ് പോലെ ഒരു അനുവാദം ഔദാര്യം പോലെ തന്നാണ്. ദൗർഭാഗ്യവശാൽ നിങ്ങളുടെ ഔദാര്യത്തിൻ്റെ കാര്യം ഞങ്ങൾക്കില്ല എന്ന് 2 വരി ഇതുവരെ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ല. പോട്ടെ, ഉണ്ടാവുന്നേ പ്രതീക്ഷിക്കാം. മേനോൻ ഇവിടെ കുവൈറ്റ് ഓയിൽ പ്രൊഡക്ഷൻ കട്ട് ചെയ്യുന്നു, ഖത്തർ LPG നിർത്തുന്നു. 2019 സൗദിയുടെ ഓയിൽ പ്രൊഡക്ഷൻ ആക്രമിച്ച് ഒറ്റയാഴ്ച കൊണ്ട് പകുതിയാക്കിയ ഹൂത്തികൾ ഇറാൻ സ്ക്വാഡിൽ ജോയിൻ ചെയ്യാൻ പോകുന്ന ഇന്ന് അറിയിച്ചിരിക്കുന്നു. ഇപ്പോൾ അബ്ബാസ് അറാഖ്ചി പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന അയൽ രാജ്യങ്ങളെ ആക്രമിച്ചതിന് സോറി എന്നൊക്കെ പറഞ്ഞാലും ആ സോറി അങ്ങനെ മുഖവിലക്കെടുക്കാൻ പറ്റാത്തതിന് കാരണം IRGC ആണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുക, അല്ലാതെ അബ്ബാസ് അറാഖ്ചി മാത്രം വെച്ച് ആ കാര്യം നടക്കില്ല. നമ്മൾ പോകുന്ന പോക്ക് അത്ര സുഖകരമായ പോക്കല്ല എന്ന കാര്യം ഒരു തർക്കവുമില്ല മേനോൻ ടീച്ചർ. യാതൊരു സംശയവുമില്ല ആ പറഞ്ഞ കാര്യത്തിൽ. അതായത് ഇപ്പോൾ അതായത് ഈ ട്രംപ് വന്നതിന് ശേഷം ആഗോളതലത്തിൽ സൃഷ്ടിച്ച ആഘാതങ്ങൾ ഏതൊക്കെ തരം എന്ന് നോക്കിയാൽ മാത്രം മതി. എനിക്ക് വ്യക്തിപരമായിട്ട് അയാളെ പറ്റി തോന്നുന്നത്, ബൈബിളിൽ ഒരു കഥാപാത്രമുണ്ടല്ലോ, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ എന്താ പറയുക എല്ലാ സർവനാശവും പ്രതീക്ഷിക്കുന്ന ആൻറ്റി ക്രൈസ്റ്റ്, അന്തിക്രിസ്തു. ആ അന്തിക്രിസ്തുവിൻ്റെ ജന്മമാണ് ട്രംപിൻ്റെ ജന്മമെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെയെല്ലാം അയാളുടെ എന്താണ് പറയുക, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മാഗ, ആ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് അത് അയാളുടെ തന്നെ വലിപ്പം വർദ്ധിപ്പിക്കലാണ്, അയാളുടെ തന്നെ മേധാശക്തി. ഞാനൊരു അജയ്യനാണ് ആഗോള തലത്തിൽ എന്ന് ഒരു അയാളെ തന്നെ സൃഷ്ടിച്ച് പൊക്കുകയാണ്, ഈശ്വരൻ്റെ സ്ഥാനത്തേക്ക് പൊക്കുന്ന ഒരു വ്യക്തി, ഒരു വൃത്തികെട്ട വ്യക്തിയായിട്ടാണ് എനിക്ക് അയാളെ തോന്നുന്നത്. ഇതുപോലെ അമേരിക്കൻ ട്രഷറിയെ എന്താ പറയുക കുത്തുപാള എടുപ്പിക്കത്തക്ക രീതിയിൽ മുൻപോട്ട് പോകുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കണം, എന്താണ് അമേരിക്കയുടെ GDP? ലോകത്തെ ഏറ്റവും വലിയ GDP രാജ്യമാണ്. പക്ഷേ 30.62 ട്രില്യനാണ് അമേരിക്കൻ GDP. എത്രയാണ് അമേരിക്കയുടെ കടം? അമേരിക്കയുടെ കടം എന്ന് പറയുന്നത് $37.57 ട്രില്യൺ ഓർക്കണം. അതായത് അവരുടെ GDP 30.62 ട്രില്യൺ ആയിരിക്കെ അവരുടെ കടം $37.57 ട്രില്യൺ ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ GDPയേക്കാൾ ഉയർന്ന കടം. എന്നിട്ടും അമേരിക്കൻ ഡോളറിന് ഒരു കുഴപ്പവുമില്ല, അമേരിക്കൻ ഡോളർ സുസ്ഥിരമായിട്ട് തന്നെ നിൽക്കുകയാണ്. അതൊക്കെയാണ് ഇയാളെ അഹങ്കാരിയാക്കുന്നത്. പക്ഷേ അയാൾ ഓർക്കണം, അമേരിക്കൻ ഡോളർ 1960-കൾ മുതൽ തന്നെ വളരെ സ്ട്രോങ് ആയ, ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയ കറൻസിയാണ്. അത് അവരുടെ GDPയുടെ വളർച്ചയും മറ്റൊരുപാട് കാരണങ്ങളും അവർ മറ്റു രാജ്യങ്ങളിൽ, അതുപോലെ തന്നെ യുണൈറ്റഡ് നേഷൻസ് എന്തിനാണ് കൊണ്ടുവന്നത് നമുക്കറിയാം. സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് വാർ ഷാറ്റേഡ് ആയിരുന്ന രാജ്യങ്ങൾ, അവയുടെ റിവൈവൽ, റിക്കവറി, റീകൺസ്ട്രക്ഷൻ, ഈ 3 ആറുകൾക്ക് വേണ്ടിയാണ് യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്നത്. ആ 3 കാര്യങ്ങളും ഒരു പരിധി വരെ മാത്രമേ യുണൈറ്റഡ് നേഷൻസിന് നേടിയെടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് ആ 3R നേടി. പക്ഷെ ഇപ്പോഴും വികസ്വര രാഷ്ട്രങ്ങൾ വികസ്വരങ്ങളായി തന്നെ കഴിയുകയാണ്. അവയുടെ മേലാണ് ഇവരുടെ കുതിരകയറ്റം, ട്രംപിൻ്റെ കുതിരകയറ്റം വരുന്നത്. യൂറോപ്യൻ യൂണിയൻ ഇതിനെതിരാണ്, പക്ഷേ അവർക്കൊന്നും ശബ്ദിക്കാനുള്ള ശക്തിയില്ല. അതുകൊണ്ടാണ് ഇയാൾ ഇത്രയധികം മേൽക്കൈ എടുക്കുന്നത്. അതേ സമയത്ത് ഈ മറ്റ് ശക്തികൾ എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ട് ട്രംപിനെ ഞങ്ങൾ വീഴ്ത്തുമെന്ന് വിചാരിച്ചാൽ, പക്ഷേ ഹാഷ്മി, നമ്മൾ ഇന്ത്യയിൽ തന്നെ കണ്ടു, ഇന്നലെ വരെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇറാനിൽ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിച്ചില്ല. അവിടെയും എപ്സ്റ്റീൻ ഫയലൊക്കെയാണ് കാരണമായിട്ട് പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്താണെങ്കിലും ഇറാൻ എന്നും ഇന്ത്യയുടെ ഒരു സുഹൃത്തായിരുന്നു. നമുക്കറിയാം, കോവിഡ് കാലത്തും അതിനുശേഷം യുക്രൈൻ വാർ തുടങ്ങിയതിന് ശേഷമൊക്കെ ഇവിടെ നമുക്ക് ഓയിൽ ക്രൈസിസ് ഉണ്ടായ സമയത്ത് ഇറാനിൽ നിന്ന് ഇറാനിയൻ കറൻസിയിലാണ്, അമേരിക്കൻ ഡോളറിലല്ല, ഇന്ത്യയിലേക്ക് നമുക്ക് വേണ്ടത്ര പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തന്നിരുന്നത്. അതും ട്രംപിനെ ചൊടിപ്പിച്ചിരുന്നു. കാരണം എല്ലാ പെട്രോളിയം ഡീലും അമേരിക്കൻ ഡോളറിൽ തന്നെ നടത്തണം. കാരണം അറ്റാദായം കിട്ടേണ്ടത് അമേരിക്കയ്ക്കാണ്. ആ ആറ്റിറ്റ്യൂഡാണ് എല്ലായ്പ്പോഴും അമേരിക്ക കാത്തുവച്ചിരുന്നത്. പക്ഷേ ബൈഡനെ പോലുള്ള ഒരു ഭരണാധികാരി, അല്ലെങ്കിൽ ലോകത്തെ
ഒരു സമചിത്തതയോടെ നോക്കിക്കാണുന്ന ഒരു അധികാരി ഒരിക്കലും ട്രംപിൻ്റെ എന്താണ് പറയുക ചിന്ത ഒരിക്കലും അയാളെ കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഇയാൾ മാത്രമാണ് അമേരിക്കൻ പ്രസിഡന്റുമാരിൽ എനിക്ക് തോന്നുന്നു ദ വേഴ്സ്റ്റ് പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ലോകം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ ഇയാളാണ്. നമുക്ക് വാഷിങ്ടൺ അതായത് നമുക്ക് എബ്രഹാം ലിങ്കണുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഈ മനുഷ്യൻ എന്ത് തരം മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അന്തിക്രിസ്തുവിന്റെ സ്ഥാനം കൊള്ളാവുന്ന. എന്തായാലും എബ്രഹാം ലിങ്കണോടൊന്നും ട്രംപിന് കമ്പാരിസൺ ടീച്ചർ ഒരു കമ്പാരിസണും ഇല്ല. മാത്രമല്ല ടീച്ചർ പറഞ്ഞാൽ എപ്സ്റ്റീൻ ഫയലിലോട്ട് പോകുന്നത്, എപ്സ്റ്റീൻ ഫയലിലോട്ട് അധികം പോരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നമ്മൾ ഈ വൃത്തികെട്ടന്മാർ അത് ബാലപീഡനം എന്നത് മാത്രമല്ല, ഇവന്മാർ ചെയ്തു കൂട്ടിയ വൃത്തികേടുകളുടെ കഥ ആ DOJയിൽ തന്നെ എഴുതി വെച്ചു. നമുക്ക് വായിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പറ്റില്ല. നമ്മളെ അക്ഷരാർത്ഥത്തിൽ മനസാക്ഷി മനുഷ്യത്വം ഉള്ളവൻ്റെ ഉറക്കം പൂർണ്ണമായി കളയും തീരെ കുഞ്ഞുങ്ങളോട് ഈ വൃത്തികെട്ടന്മാർ കാട്ടിക്കൂട്ടിയ വൃത്തികേട്. പോട്ടെ, നമ്മൾ അതിനെപ്പറ്റി പറയണ്ട. വിക്രം സൂദ് റോയുടെ മുൻ മേധാവിയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ANA പ്രതികരിച്ച പ്രതികരണം കൂടി ഒന്ന് കേൾക്കാം. Well, it's difficult to assess how long it will take, but I think it will last longer than what the Americans thought it would, because they were hoping for a short, sharp strike and out. But the Iranians are playing a different game. They're playing to their strength, and they're knocking off America's allies or their abilities around itself, which is creating unrest among them against America. So that makes the war, and remember, the Iranians are willing to die. Americans are not willing to die on the ground in Iran. They're very, very nervous about body bags coming home. So they want to keep it air attacks or missile attacks as far as possible. But that won't make a difference. കേരള സിനിമ എന്നാൽ വിക്രം സൂദ് പറയുന്നത് എന്താണ് ഇപ്പോൾ ശരിയായ രീതിയാണോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലുള്ള ഐഡിയോളജി ആണോ എന്നതിനപ്പുറം രാഷ്ട്രത്തിൻ്റെ പരംവൈഭവം അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ കുരുതി കൊടുക്കുന്നത്, ജീവൻ രക്തസാക്ഷിത്വം വഹിക്കുന്നത് സ്വർഗം എന്ന് കരുതുന്ന ഒരു ജനതയോട് പോയി, മരിക്കാൻ മടിയില്ലാത്ത ഒരു ജനതയോട് പോയി ഞങ്ങളെങ്ങനെ കൊല്ലും എന്ന് പറഞ്ഞാൽ അവർ പേടിക്കില്ല എന്ന് വിക്രം സൂദ് പറയുന്നത്. താങ്കൾ നേരത്തെ പറയുന്നത് പോലെ വിജയം അവകാശപ്പെട്ട് ട്രംപിന് പിന്മാറാം. അതിനർത്ഥം മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയ്ക്ക് എല്ലാ കാലത്തേക്കുമുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ഇതിനോടകം തന്നെ നഷ്ടപ്പെടുന്നു. കാരണം എന്താണ്? അവർ കാരണം അനുഭവിക്കുന്നു, അവരുടെ പൗരന്മാരെല്ലാം പെട്ടെന്ന് അവിടെ ഇവാക്യുവേറ്റ് ചെയ്യുമെന്ന് പറയുന്നതിൽ ഇതിനോടകം തന്നെ രോഷമുണ്ടാകുന്നു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക അപഹാസ്യമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്രയും ദിവസമായിട്ടും ഇത്രയധികം ടൺ കണക്കിന് സ്ഫോടക വസ്തുക്കൾ അവർ അവിടെ ഇട്ടിട്ടും ഇപ്പോഴും ഇസ്രായേലിലേക്കും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ തിരിച്ചടിക്കുന്നുണ്ടെങ്കിൽ ഇറാൻ വീണ്ടും പുനർനിർമ്മിച്ച് വീണ്ടും ശക്തരാകുന്ന അർത്ഥം. ഇനി ഓപ്ഷൻ 2 ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട്, കരയുദ്ധം എന്നതാണെങ്കിൽ അമേരിക്കൻ മരണങ്ങൾ, അമേരിക്കൻ സൈനികരുടെ ശവപ്പെട്ടികൾ കൂട്ടത്തോടെ അമേരിക്കയിലേക്ക് ഫുൾ നാറ്റോ സപ്പോർട്ട് ഉണ്ടായി. താലിബാനെ പരാജയപ്പെടുത്താൻ കഴിയാത്തവർ, ശ്രീ നിർമ്മല ബ്രഹ്മ പറയുന്ന പോലെ അഫ്ഗാനിസ്ഥാൻ അസ്ഥിത ഉണ്ടാക്കാൻ ശരി, പക്ഷേ താലിബാനെ പരാജയപ്പെടുത്താൻ കഴിയാത്തവർ മലകൾ നിറഞ്ഞ് ഇറാനിലേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സൂയിസൈഡലാണ്. ഒരു വേ ഔട്ട് ട്രംപിന് യഥാർത്ഥത്തിൽ ഉണ്ടോ ശ്രീ കേണൽ ദിന്നി? ഞാൻ ആ ക്വസ്റ്റ്യനിലേക്ക് വരാം ശ്രീ ഹാഷ്മി. ബട്ട് എൻ്റെ ജസ്റ്റ് ഒരു പോയിന്റ് ഓഫ് ക്ലാരിഫിക്കേഷൻ, അതായത് ഓയിലിനെ കുറിച്ച് നേരത്തെ എനിക്കൊന്ന് മേരി മാഡവും പറഞ്ഞു, ശ്രീ ഹാഷ്മിയും പറഞ്ഞു. അതായത് നമ്മളെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് വന്നോന്ന് ഇന്ന് PTIയിലേക്ക് ഒരു സീനിയർ ഗവൺമെന്റ് ഒഫീഷ്യലിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതിങ്ങനെയാണ്: ഇന്ത്യ വിൽ ബൈ ഓയിൽ ഫ്രം വെയറെവർ ഇറ്റ് ഇസ് അവൈലബിൾ. ആർ ഓയിൽ പർച്ചേസസ് വിൽ നോട്ട് ബി ഗവേൺഡ് ബൈ എനി ഹോളോ സ്ലോഗൻസ്. ഇന്ത്യ ഹാസ് നെവർ ഡിപ്പെൻഡഡ് ഓൺ പെർമിഷൻ ഫ്രം എനി കൺട്രി ടു ബൈ ഓയിൽ. ഇത് ഇന്നത്തെ ഒരു സീനിയർ ഗവൺമെന്റ് ഒഫീഷ്യൽ PTIയിൽ പറഞ്ഞതാണ്. ഇത് പറയാൻ കാരണം ഈ ഒരു സെക്രട്ടറി അദ്ദേഹത്തിന് അവിടുത്തെ ലോക്കൽ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് അത് എന്താണെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ അലൗ അല്ലെങ്കിൽ പെർമിഷൻ കൊടുക്കുന്നത് ഇന്ത്യക്ക് വാങ്ങിക്കാൻ വേണ്ടിയുള്ള രീതിയല്ല. കാരണം ഇന്ത്യയിലേക്ക് സാങ്ഷൻ ഇട്ടിട്ടേ ഇല്ല. ഇത് കൊടുക്കുന്നത് റഷ്യക്ക് വേണ്ടിയാണ്. റഷ്യയുടെ ആണ് അവർ സാങ്ഷൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ അലൗ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ റൂൾ, ഈ സാങ്ഷൻസ് പ്രകാരം വെസ്റ്റേൺ ബാങ്കിങ്ങിനോ വെസ്റ്റേൺ ഇൻഷുറൻസ് കമ്പനിക്കോ വെസ്റ്റേൺ ഈ ഫ്ലീറ്റ്സിനോ ഇതൊന്നും അവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്രാവശ്യവും US-ന്റെ താല്പര്യപ്രകാരം, കാരണം ഇത്രയും ഓയിൽ, അതും ഈ ഓൾറെഡി ലോഡഡ് ആയിട്ടുള്ള ടാങ്കേഴ്സിലാണ് ഈ ഓയിൽ കിടക്കുന്നത്. ആ ടാങ്കറിന്റെ ഓയിൽ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ലോകത്തിന്റെ ഈ ഓയിൽ പ്രൈസ് ഹൈ ആയി കഴിഞ്ഞാൽ വീണ്ടും കുറെ പ്രഷർ വരും US-ന്. അതിനെ തരാൻ വേണ്ടിയാണ് അവർ റഷ്യന്റെ സാങ്ഷൻസിന് ഈസി ചെയ്തുകൊണ്ട് 30 ദിവസം കൊടുത്തുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റ് അല്ല സാർ, ഞാൻ പറയുന്നത് ഈ ട്രഷറി സെക്രട്ടറി മാത്രമല്ല, ഈ ഇൻഡോ അമേരിക്ക ട്രേഡ് കരാറിന്റെ ഭാഗമായി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല എന്ന് പറഞ്ഞ ആരാ? ട്രംപാ പറഞ്ഞേ. അഥവാ വാങ്ങിയാൽ ഞങ്ങൾക്കൊരു മോണിറ്ററി സംവിധാനമുണ്ട്, ഞങ്ങൾ ഇങ്ങനെ ഒളിച്ചു നോക്കിക്കൊണ്ടിരിക്കും, അവർ വാങ്ങിയാൽ ഞങ്ങൾ കരാറിൽ നിന്ന് പിന്മാറും എന്ന് പറയുന്ന ട്രംപാ പറയുന്നത്. അവരുടെ രേഖാമൂലമുള്ള ഉത്തരവാണ്. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്ന് PTIക്ക് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകലാണോ വേണ്ടത്? രാജ്യത്തിന്റെ നേതൃത്വം രാജ്യത്തോട് പറയണോ? അങ്ങനെ
ആ വിരട്ട് കൈവച്ചാൽ മതി എന്നല്ലേ രാജ്യത്തെ നേതൃത്വമല്ലേ പറയണ്ടേ? ഏതോ ഉദ്യോഗസ്ഥൻ പിന്നീട് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമാണോ അത്? നമ്മുടെ പരമാധികാരത്തിന്റെ പ്രശ്നമാണ്, അല്ല പരമാധികാരത്തെ കളിയാക്കലാണ് പറഞ്ഞത്. നമ്മൾ അതാ പറഞ്ഞത്, ചില കാര്യങ്ങൾ ശ്രീ ഹാഷ്മി നമ്മൾ പുറത്ത് പറയാൻ പറ്റും, ചില കാര്യങ്ങൾ ഗവൺമെന്റ് നിന്നുകൊണ്ട് ഗവൺമെന്റിന്റെ കാര്യത്തിൽ ആ രീതിയിൽ പുറത്ത് പറയാൻ പറ്റില്ല. പലതും പറയാൻ പറ്റും, പലതും പറയാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മൾ പറയുന്നതാണോ അതോ നമ്മുടെ പ്രവൃത്തിയാണോ ഇമ്പോർട്ടന്റ്? എന്റെ പ്രവൃത്തി കൊണ്ട് എന്റെ രാജ്യത്തിന് ബെനിഫിറ്റ് വരികയാണ്, ഞാൻ പറഞ്ഞുകൊണ്ട് അത് നഷ്ടമോ വരുത്തുള്ളെങ്കിൽ ഞാൻ പ്രവർത്തനമാണ്. ഈ ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ വ്യക്തി എന്താണെങ്കിലും പറഞ്ഞോട്ടെ, രാവിലെ എണീറ്റിട്ട് പറയാണ് എനിക്കിന്ന് ക്യൂബയിൽ അറ്റാക്ക് ചെയ്യണം, അടുത്ത ദിവസം രാവിലെ എണീച്ചിട്ട് പറയാണ് കാനഡ എന്റെ 51ാം സ്റ്റേറ്റ് ആയി മാറട്ടെ, വേറൊരു ദിവസം എണീറ്റ് പറയാണ് ഗ്രീൻലാൻഡ് എനിക്ക് തരൂ. ഇതൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ ഇങ്ങനത്തെ ഒരാളിൽ എന്താണെങ്കിലും പറയാമല്ലോ. അങ്ങനത്തെ ഒരാളോട് നമ്മുടെ പ്രധാനമന്ത്രി, നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇലക്ഷൻ വർക്കിന് അവിടെ പോയി മൈ ഫ്രണ്ട് ട്രംപ് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി അങ്ങനെ ഒരാൾക്ക് വേണ്ടി. അത് ഈ ചർച്ചയുടെ വിഷയം അല്ലല്ലോ ശ്രീ ഹാഷ്മി. പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു. അല്ല, അതിന് ആ ഒരു വിഷയത്തിൽ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചർച്ച ചെയ്യാം. അത് വേറൊരു ചർച്ച രീതിയാണ്. ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ രാഷ്ട്രത്തിന്റെ താല്പര്യം ഇപ്പൊ എന്താണ്? നമുക്ക് നേരത്തെ മേരി മാഡം പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ആ രീതിയിലുള്ള ഇത് പ്രശ്നം വരാൻ പാടില്ല. അതല്ലേ നമുക്ക് കഴിഞ്ഞ 4 വർഷമായിട്ട് നമ്മൾ ഇത് മനസ്സിലാക്കുക. ഓയിലിന്റെ ഈ ഒരു എങ്ങനെയാണ് ആ ക്രൈസിസിന്റെ മാനേജ് ചെയ്ത് നോക്കൂ. ഈ റഷ്യ യുക്രൈൻ വാർ തുടങ്ങിയപ്പം നമ്മൾ റഷ്യയിൽ നിന്ന് 2% മാത്രമാണ് നമ്മൾ ഓയിൽ കിട്ടിക്കൊണ്ടിരുന്നത്. അതേസമയം മറ്റുള്ള ഗൾഫ് കൺട്രീസിൽ നിന്നായിരുന്നു കൂടുതലെല്ലാം വന്നുകൊണ്ടിരുന്നത്. ഈ യുദ്ധം വന്ന സമയത്ത് ഇതേപോലത്തെ പ്രോബ്ലം വന്നു. കാരണം യൂറോപ്പ് റഷ്യയിൽ നിന്ന് ഓയിൽ നിർത്തി അവരെല്ലാം മിഡിൽ ഈസ്റ്റിലേക്ക് പോയി. അപ്പം നമുക്ക് പ്രശ്നം പറ്റി ഇവിടെ നമുക്ക് വേണ്ടുള്ള കാര്യം കിട്ടുമോ ഇല്ലെന്ന്. അപ്പം അങ്ങനെയാണ് നമുക്ക് ചീപ്പായിട്ട് ഓൾമോസ്റ്റ് $20-30 പെർ ബാരൽ കുറച്ചുകൊണ്ട് റഷ്യ തരാൻ നമ്മൾ അങ്ങോട്ട് പോയി. അതിന്റെ ഗുണം എന്താണ്? കഴിഞ്ഞ 4 വർഷമായിട്ട് ഡീസലിന്റെ വില 1.15% മാത്രമാണ് കൂടിയിട്ടുള്ളത്. പെട്രോളിന്റെ വില കുറഞ്ഞിട്ടാണ് 0.6%. കേരളത്തിലെ അവസ്ഥ ഡിഫറെന്റ് ആണ്, അതൊക്കെ നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന്. പക്ഷേ ഓവറോൾ ഇതാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് വെച്ചിട്ടല്ല നമ്മളൊരു രാജ്യം പ്രവർത്തിക്കുന്നത്. നമ്മുടെ പ്രവർത്തനം എങ്ങനെയാണ് അതിലാണ് പോകുന്നത്. ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് നോക്കൂ. ഇവിടെ നേരത്തെ ശ്രീ നിർമ്മൽ അബ്രഹാം പറഞ്ഞ പോലെ, അതിനകത്ത് ഫോറിൻ മിനിസ്റ്റർ ഇറാന്റെ പറഞ്ഞ പോലെ വി ആർ വെയിറ്റിംഗ് ഫോർ US. അത് പറഞ്ഞതിന്റെ അഹങ്കാരം കൊണ്ടോ ഒന്നും അല്ല അദ്ദേഹം പറയുന്നത്. കാരണം അത് ഏറ്റവും വലിയ ട്രാപ്പാണ്. US ഈ ഗ്രൗണ്ട് സോൾജേഴ്സിനെ ഇറാനിലേക്ക് വിടുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ, എനിക്ക് തോന്നുന്നു അവരുടെ വിയറ്റ്നാമിലോ അഫ്ഗാനിസ്ഥാനിലോ ഒക്കെ പോയതിനെക്കാട്ടിയും വലിയ രീതിയിലുള്ള കാഷ്വാലിറ്റീസ് US-നുണ്ടാവും. അതുകൊണ്ട് എൻ്റെ പേഴ്സണലി ഞാൻ വിചാരിക്കുന്ന അത് ആ ഒരു ഫൂളിഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു വിഡ്ഢിത്തരം അവർ ചെയ്യത്തില്ല. കാരണം അത് ചെയ്തു കഴിഞ്ഞാൽ 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇറാന്റെ ജോഗ്രഫി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതല്ല. അവിടെ മലകളുണ്ട്, അവിടെ കാടുകളുണ്ട്, അവിടെ ഡെസേർട്ട് ഒക്കെ ഉണ്ട്. ആ ജോഗ്രഫി ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അവിടെ നിൽക്കുന്ന ആളുകൾക്കാണ്. അപ്പൊ ഇവരവിടെ ചെന്ന് ലാൻഡ് ചെയ്ത് എത്ര ടെക്നോളജി ഉണ്ടെങ്കിലും അവിടെ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. രണ്ടാമതായിട്ട് ഇറാന്റെ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ IRGC ഡീസെൻട്രലൈസ്ഡ് ഉള്ള കമാൻഡ്, അവർ മൊത്തത്തിൽ അവിടെ ഡിസ്പേഴ്സ് ആയി നിൽക്കുകയാണ്. അവർക്ക് അവിടെ നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് നോളജ് ഉണ്ട്, മറ്റുള്ള കാപ്പബിലിറ്റീസ് ഉണ്ട്, അവർക്ക് അത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. മൂന്നാമതായിട്ടാണ് ശ്രീ ഹാഷ്മി ലാസ്റ്റ് പറഞ്ഞ പോയിന്റ്. ഒരു ജനത, അത് ഏത് രാജ്യമായിക്കോട്ടെ, ആ രാജ്യത്തിന് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ആ രാജ്യത്തിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഇഷ്യൂ വരുമ്പം അവരെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. അതിനകത്ത് ഒരു സംശയമില്ല. ഇറാൻ പോലുള്ള രാജ്യം ഇത്രയും വർഷങ്ങളായിട്ടുള്ള ഒരു സിവിലൈസേഷൻ സ്റ്റേറ്റ്, ആ സിവിലൈസേഷൻ സ്റ്റേറ്റിന്റെ അഗെയിൻസ്റ്റ് വേറൊരു രാജ്യം വന്ന് ഇതുപോലെ ആക്രമിച്ച് കൊച്ചുകുട്ടികളെയും അവർക്ക് അവരുടേതായ തെറ്റുകളുണ്ട്, ഞാനൊന്നും അതിനകത്ത് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ, ഒരു യുദ്ധം നടക്കുന്ന ഒരു അവസ്ഥയിൽ US വന്നിട്ട് ബോംബ് ചെയ്യാണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നാച്ചുറലി അവരെല്ലാം ഒരുമിച്ച് വരും. അതിനകത്ത് ഒരു സംശയമില്ല. ശ്രീ വിക്രം സൂദ് പറഞ്ഞ പോലെ അവർക്ക് അവരുടെ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ അവർ തയ്യാറാണ്. അതേസമയം അതേ രീതിയിലുള്ള മോട്ടിവേഷൻ US സോൾജേഴ്സിനുണ്ടോ? അതാണ് കാരണം അവർ ചോദിക്കുന്ന ചോദ്യം. അവർ ലെസ് മോട്ടിവേറ്റഡ് അല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആ കാരണം എന്താണ്? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവിടെ ഫൈറ്റ് ചെയ്യുന്നുള്ള കാരണം വേണ്ടേ? ഇതേ കാരണമായിരുന്നു വിയറ്റ്നാമിലും ചോദ്യം ചെയ്തത്. ഇതേ കാരണം തന്നെയാണ് അഫ്ഗാനിസ്ഥാൻ. നമ്മൾ എന്തിനു വേണ്ടിയാണ് പോരാടുന്നത്? അല്ലാതെ US-ന് ഡെഫിനറ്റ് ആയിട്ട് ഒരു കാരണമുണ്ട്. അവരെ ഡിഫെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അവരെവിടെയും പോയി ചെയ്യും. നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ നമുക്ക് ക്ലിയർ ആയിരുന്നു നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ആ ക്ലാരിറ്റി ഇല്ലാതെ വേറൊരു രാജ്യത്തിൽ പോയി മരിക്കാൻ അവർക്ക് പറ്റുമോ ഇല്ലയോ? അതിന്റെ മുറയിൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാൻകാർ യുദ്ധം ചെയ്യുന്ന അവരുടെ പ്രിയപ്പെട്ട പരമോന്നത നേതാവിന്റെ അവർക്ക് വിയോജിപ്പുണ്ടാകാം, അവർ അദ്ദേഹത്തിനെതിരെ തെരുവിലിറങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ അദ്ദേഹത്തിന്റെ ചോരയ്ക്ക് പ്രതികാരം ചെയ്യുക എന്ന വൈകാരിക പ്രശ്നമാണ്. അവരുടെ രാജ്യം, അവർ ജനിച്ചു വളർന്ന രാജ്യം, അവരുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വീട്, അവരുടെ കിടപ്പാടം, അതൊക്കെ ചത്തുപോകാതിരിക്കാനുള്ള യുദ്ധമാണ്. അത് അവസാന യുദ്ധമാണ്. അപ്പോൾ ഒരു വല്ലാത്ത മുറയിൽ വരും. അമേരിക്കയ്ക്ക് അതില്ല. അതാണ് ജോസഫ് ആന്റണി എവിടെ അവിടെ അയത്തുള്ള അലി ഖമനി കൊല്ലപ്പെട്ടതിന്റെ വിത്തിൻ മണിക്കൂറുകൾക്കകം ഈ പറയുന്ന ഗൾഫ് അമേരിക്കൻ എയർബേസുകളിലൊക്കെ ആക്രമിച്ചു. ഇപ്പോൾ എക്സ്പ്രസ് ഒക്കെ പുറത്തു വന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പ്രകാരം ബഹ്റൈനിലടക്കം അൽ-ഉദൈദിലടക്കം വലിയ നാശം, ഈ പറയുന്ന വലിയ $1 ബില്യൺ റഡാറുകളടക്കം വലിയ നാശം അമേരിക്ക ഉണ്ടായിട്ടുണ്ട്. ആ നാശം ഉണ്ടാക്കി
അതിന് പിന്നാലെ ഒരു ബഹ്റൈൻ കോടീശ്വരൻ പറയുന്നത് കേട്ടായിരുന്നു, എന്തിനാണ് അമേരിക്ക ഞങ്ങളുടെ മേഖലയെ യുദ്ധത്തിലേക്ക് വലിച്ചിട്ടത്? അത് ബഹ്റൈൻ കോടീശ്വരന്റെ മാത്രം വികാരമല്ല, ഗൾഫ് മേഖലയിലുള്ള ഈ ആക്രമണമുണ്ടായ രാജ്യങ്ങളിലെയൊക്കെ ജനങ്ങളുടെ ഒരു വികാരം മാറുന്നുണ്ട്. ആ വികാരം അമേരിക്കയ്ക്കെതിരാവുന്നുണ്ട്. കാരണം എന്താണ്? ഞങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയെ ഇവിടെ നിയമിക്കുന്നു, അവർ കാരണം ഞങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അവർ അവരുടെ പൗരന്മാരെ ഇവകേറ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ അങ്ങനെ ആ മേഖലയിൽ തീരുമാനിച്ച കാര്യങ്ങൾ എന്താണ് പൂർണ്ണമായി നടപ്പായി. അതുകൊണ്ട് ഇനി ആക്രമണമില്ല, സോറി നൈബേഴ്സ് എന്ന് പറയലാണോ? അതോ ഇന്ന് ട്രംപ് പറയുന്ന പോലെ അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന കഠിനമായ ആക്രമണം കൊണ്ട് പേടിച്ചിട്ടാണ് ആ സോറി എന്നാണ് മനസ്സിലാക്കേണ്ടത്? ശ്രീ ജോസഫ് ആന്റണി. ഹാഷ്മി, നമുക്ക് ഈ ലോകത്തുള്ള ഏറ്റവും മോശപ്പെട്ട ഏത് വാക്കെടുത്താലും അതിനെല്ലാം യോജിക്കുന്നയാളാണ് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായ സുകുമാർ അഴീക്കോട് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയെ വിശേഷിപ്പിക്കാൻ അദ്ദേഹം ഒരു വാക്യം പ്രയോഗിച്ചു. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു മനുഷ്യന് വേണ്ട 100 ഗുണങ്ങളിൽ 98 ഗുണങ്ങളുമുണ്ട്, 2 ഗുണങ്ങളേ ഇല്ലാതുള്ളൂ. ഒന്ന്, അദ്ദേഹത്തിന് വിവരമില്ല, 2 വിവരമുള്ളവർ പറഞ്ഞാൽ കേൾക്കില്ല. ഇങ്ങനെ പറഞ്ഞതായിട്ട് വളരെ പ്രസിദ്ധമായ വാചകമുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ ട്രംപിന് വിവരമില്ല, ട്രംപിനെ ഉപദേശിക്കാൻ വിവരമുള്ളവരാരും ഇല്ല താനും. അതാണ് പ്രശ്നം. അതായത് ഇദ്ദേഹം 2ാമത്തെ തവണ അധികാരത്തിൽ വന്നപ്പോൾ ടൈംസ് മാഗസിൻ ഒരു എഡിറ്റോറിയൽ എഴുതി. ആ എഡിറ്റോറിയലിൽ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ സെക്രട്ടറിമാരെ ചൂസ് ചെയ്യുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് അന്ന് ടൈംസ് എഡിറ്റോറിയൽ എഴുതി. അവർ പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ 1ാമത്തെ മന്ത്രിസഭയിൽ അഡൽട്ട്സ് ഉണ്ടായിരുന്നു, എന്ന് പറഞ്ഞാൽ വിവരമുള്ള ഒരാൾക്കാരുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഉള്ളവർ സൈക്കോഫൻസ് ആണ്, ഇദ്ദേഹത്തിൻ്റെ ആജ്ഞാനുവർത്തികളും അല്ലെങ്കിൽ ഇദ്ദേഹം പറയുന്നത് കേൾക്കുന്നത് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നവരുമാണ്. അത് ലോകത്തിന് അപകടകരമാണ് എന്ന് അന്ന് തന്നെ എഴുതിയിരുന്നു. ഈ അധികാരം ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ തന്നെ എഴുതിയിരുന്നു. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെയുള്ള ഒരു പ്രസിഡന്റ് ചെയ്ത ഏറ്റവും വലിയ 2ാമത്തെ മണ്ടത്തരം എന്ന് പറയുന്നത്, നമുക്കറിയാം ഒരു രാജ്യത്ത് ഭരണമാറ്റമാണ് ഒരു ആക്രമിക്കുന്ന രാജ്യം ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്ങനെ ഒരു യുദ്ധം തുടങ്ങരുത്, അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ അമേരിക്ക ഇറാനിൽ ചെയ്തത്. എന്താ അവർ ചെയ്തത്? ഈ ഭരണമാറ്റമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവിടുത്തെ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കേവലമായ ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രസിഡന്റ് അല്ല അലി ഖമേനെയി. അലി ഖമേനെയി എന്ന് പറയുന്നത് 9 കോടി വരുന്ന ഈ ഷിയ, ലോകത്തൊട്ടാകെ ഏതാണ്ട് 16 കോടിയോളം ഷിയാകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 9 കോടി വരുന്ന ജനസംഖ്യയുടെ പരമോന്നത നേതാവാണ്, ആത്മീയ നേതാവും ഭരണ നേതാവുമാണ്. അദ്ദേഹത്തെ ഉൾപ്പെടെ 49 പേരെ കൊന്നിട്ടാണ് ഈ ഭരണമാറ്റം നടത്താനായിട്ട് ശ്രമിക്കുന്നത്. അത് തന്നെ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അവരുടെ ജനങ്ങളുടെ പരമോന്നത നേതാവായിട്ടുള്ള അദ്ദേഹത്തോട് എതിർപ്പൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നേതാവിനെ കൊല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ ജനങ്ങൾ ആരാണോ കൊന്നത് അവർക്കെതിരായിട്ട് തിരിയും. ഒന്ന്. രണ്ടാമത് എന്താ ചെയ്തത്? അവർ ആക്രമണം തുടങ്ങിയത് 160ഓളം പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയിട്ടാണ്. വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂയോർക്ക് ടൈംസും എഴുതി കഴിഞ്ഞു അമേരിക്കയാണ് കുഞ്ഞുങ്ങളെ കൊന്നതെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇത്രയും പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഒരു ഭരണകൂടത്തിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഭരണകൂടത്തെ മാറ്റാൻ വരുമോ അവർ? നമ്മൾ കാണേണ്ട ഇതാണ്. ഇപ്പോൾ ഇങ്ങനെ, അതായത് ഇതൊക്കെ നമ്മൾ ഈ ഭരണകൂടത്തിന് എതിരായിട്ടുള്ള അഭിപ്രായമുണ്ടെങ്കിലും ആ ഭരണകൂടത്തോട് ഒത്ത് ജനങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് മാറ്റുന്ന മണ്ടത്തരമാണ് വാസ്തവം. അതായത് ഇവിടെ നിങ്ങൾ സൂചിപ്പിക്കപ്പെട്ട പോലെ ഒരു സ്ട്രാറ്റജിയും ഇല്ല, വാർ സ്ട്രാറ്റജിയും ഇല്ലാതെ ഇറങ്ങുന്ന, അതായത് സ്ട്രാറ്റജി ഇല്ലായ്മ ഒരു സ്ട്രാറ്റജി ആയിട്ട്, അപ്പോൾ നീ ജർക്ക് റിയാക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ തോന്നുന്നതിനനുസരിച്ച് കാര്യങ്ങൾ പറയുക. ആദ്യം പറഞ്ഞു ഞങ്ങളിതാ 2 ദിവസം കൊണ്ട് ഇല്ലാതാക്കും, പിന്നെ അദ്ദേഹം പ്രസിഡന്റ് തന്നെ പറയുന്നു 4 ആഴ്ച കൊണ്ട് ഇല്ലാതാക്കും, പിന്നെ 1 മാസം കൊണ്ട് ഇല്ലാതാക്കും. പീറ്റ് ഹെക്സത്ത് പറയുന്നു 8 ആഴ്ച കൊണ്ട് ഇല്ലാതാക്കും. അതായത് ഈ ഭരണകൂടത്തിന് തന്നെ കൃത്യമായ ഒരു കാഴ്ചപ്പാടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ സംബന്ധിച്ച് നമുക്കറിയാം. രംഗത്ത് ഈ യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ വാർത്തകൾ വന്നിരുന്നു. ഈ പീറ്റ് ഹെക്സത്തും മാർക്കോ റൂബിയോയും തമ്മിൽ ഇക്കാര്യത്തിൽ വളരെ വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. യുദ്ധം തുടങ്ങണോ വേണ്ടയോ, എങ്ങനെ തുടങ്ങണം എന്നുള്ളത് സംബന്ധിച്ച് അത് ഭരണകൂടത്തിൽ തന്നെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. മറ്റൊരു കാര്യം, ഈ ഒരു രാജ്യത്ത് ഭരണകൂടം മാറ്റം നടത്താൻ അമേരിക്കയ്ക്ക് എന്താണ് അവകാശം? അങ്ങനെ ഒരു അവകാശം ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് എന്താണ്? 2 രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട്. ഇറാൻ എന്ന് പറയുന്ന രാജ്യവും അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യവും ഇറാൻ എന്ന് പറയുന്ന രാജ്യവും തമ്മിൽ പ്രശ്നമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ആ പ്രശ്നം പരിഹരിക്കുക? ആ പ്രശ്നം പരിഹരിക്കുന്നത് 2 രാജ്യങ്ങൾ തമ്മിൽ ആദ്യം ചർച്ച ചെയ്യും. 2 രാജ്യങ്ങൾ തമ്മിൽ ഇറാനെ ഇല്ലാതാക്കിട്ട് ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ അവിടെ അവരുടെ എണ്ണ മൊത്തം സീസ് ചെയ്യുന്നു, എണ്ണ മൊത്തം എടുക്കുമെന്നാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നേതാവ്. അടുത്ത് ഞങ്ങൾ ക്യൂബയിലോട്ട് പോകാമെന്ന് പറയണം. അപ്പോൾ എന്ന് പറഞ്ഞാൽ താങ്കൾ ഈ പറയുന്ന ഫെയർ രാഷ്ട്രീയത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത്തരത്തിൽ ഹൂളിഗനിസത്തിൻ്റെയും മസിലിൻ്റെയും രാഷ്ട്രീയമാണ് അത് ഈ കാലത്തിൻ്റെ ഡെസ്റ്റിനി, ഗതികേട്. ശ്രീ നിർമ്മല പ്രാം, ഇതിനോടകം പുറത്തു വന്ന ഇറാൻ പുറത്തുവിട്ട ഒരു എല്ലാവരും പ്രൊപ്പഗാണ്ട വീഡിയോ പുറത്തു വിടുന്നുണ്ട്. പ്രൊപ്പഗാണ്ട വീഡിയോയിൽ ഈ ഭൂമിക്ക് ഏറെ താഴെ ഉണ്ടാക്കിയ മിസൈൽ സിറ്റികളിൽ 100 കണക്കിനായി അടുക്കിയിട്ടിരിക്കുന്ന ഈ ഡ്രോണുകൾ
ഈ പറഞ്ഞ ഖൊറംഷാഹർ 4 കൈബർ മിസൈലുകൾ, സിജിൽ മിസൈലുകളുടെ ഒക്കെ ദൃശ്യങ്ങൾ പുറത്തു. അത് മൊത്തം വ്യാജമാണെങ്കിൽ ഇതിനോടകം അവർക്ക് ഒരു മിസൈൽ പോലും അയക്കാൻ പറ്റാത്ത രീതിയിലാവണം. കാര്യം അത്രത്തോളം വലിയ കനത്ത ബോംബാർഡ്മെന്റ് അവിടെ ഉണ്ട്, അത് സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഡെസേർട്ടിനിടയിൽ നിന്ന് മിസൈലുകൾ ഉയർന്നു വരുന്ന ദൃശ്യങ്ങൾ, പിന്നെ എന്താണ് മുൻ പെന്റഗൺ അഡ്വൈസർ ടെഡ് പോസ്റ്റൊക്കെ പറയുന്നത് ഡീപ്പ് അണ്ടർഗ്രൗണ്ട് ലോഞ്ച് പാഡുകൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധത്തിന് വേണ്ടി ഏറെ നാളായി കാത്ത് പ്രിപ്പയർ ചെയ്ത് ആ യുദ്ധം ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ ഫ്രം ദ വെരി ആദ്യ മണിക്കൂർ തന്നെ ഈ എയർബേസ് ഒക്കെ അടിക്കണമെങ്കിൽ അത് കൃത്യ പ്ലാനിംഗ് ആണ്. അങ്ങനെ പ്ലാൻ ചെയ്തവർ നേരത്തെ അങ്ങ് പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിലെ കൊണ്ടതുപോലെ കുറേ ബോംബിട്ടാൽ നശിച്ച് നാനാവിധമാകും. അങ്ങനെ ട്രംപിനൊരു വിജയാവകാശം നടത്താം എന്ന് കരുതുക സാധ്യമാണോ ശ്രീ നിർമ്മല പ്രഹാം? ഇപ്പോൾ റോക്കറ്റ് ലോഞ്ചേഴ്സ്, മിസൈൽ ലോഞ്ചേഴ്സിൻ്റെ ഒക്കെ കേസിൽ ഏറെക്കുറെ സാധ്യമാകും. പക്ഷേ ഡ്രോൺസിൻ്റെ കേസിൽ ഡ്രോൺസ് ഇപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ലോഞ്ച് ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് മിസൈൽ എന്ന് പറഞ്ഞാൽ മിസൈൽ ലോഞ്ചർ ഇല്ലെങ്കിൽ മിസൈൽ ലോഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഡ്രോൺസിൻ്റെ കേസിൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ഡ്രോൺസ് എല്ലാം നശിപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല താങ്കൾ സൂചിപ്പിച്ച പോലെ കോസ്റ്റിൻ്റെ ഒരു അന്തരമുണ്ട്. എത്രമാത്രം പൈസ മുടക്കിയാണ് ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു ഡ്രോൺ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഒരു പരാജയമാണ്. അതുകൊണ്ട് ഡ്രോൺസിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ ഇറാൻ്റെ വാദങ്ങൾ എത്രത്തോളം ശരിയാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അവർക്കുണ്ട്, ഇഷ്ടം പോലെ ഡ്രോണുകളുണ്ട്. ഒരു സ്വാം അറ്റാക്ക് നടത്തുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻ്റർസെപ്ഷൻ നടത്തേണ്ടി വരുന്നു. ആ ഇൻ്റർസെപ്ഷൻ എല്ലാം കിട്ടാതെ വരുമ്പോൾ ചെറിയ ചെറിയ അറ്റാക്കുകൾ അവർക്ക് നടത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ ശരിയാണ്. മിസൈൽ കേപ്പബിലിറ്റി നശിപ്പിച്ചാലും ഡ്രോൺസിൻ്റെ കേപ്പബിലിറ്റി എത്ര ഉണ്ടെന്ന് പോലും കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് അറിയാൻ പറ്റുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ. രണ്ട്, നമ്മൾ ട്രംപിനെ പറയുമ്പോഴും എനിക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടെ ബ്രോഡായിട്ട് ചിന്തിച്ചാൽ നമ്മൾ ട്രംപിനെ മാത്രമല്ല ഇതിൻ്റെ അകത്ത് ഉത്തരവാദിയായിട്ട് കാണേണ്ടത്. നമ്മൾ വർഷാവർഷങ്ങളായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബുഷിൻ്റെ കീഴിലാണ് ഇറാഖും അഫ്ഗാനിസ്ഥാനും ഇൻവൈഡ് ചെയ്തത്. ഒബാമയുടെ കീഴിലാണ് ലിബിയ ഇൻവൈഡ് ചെയ്തത്. ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും രണ്ടാമത് പട്ടാളക്കാരെ വിട്ട് യുദ്ധം തുടർന്നത് ഐസിസിൻ്റെ പേരിലും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ്റെ പേരിലും. ബൈഡൻ്റെ ടേമിലാണ് ഇസ്രായേൽ പലസ്തീനിൽ യുദ്ധം തുടങ്ങിയത്. 2 വർഷമായിട്ട് ബൈഡൻ തൊട്ടില്ലല്ലോ ഇസ്രായേലിനെ. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലിന് വേണ്ടി അമേരിക്ക ഈ വെപ്പൺസ് മാഫിയയുടെ കൂടെ ചേർന്ന് നിന്ന്, ഇപ്പോൾ റെയ്ത്തിയോണും ലോക്ക്ഹീഡ് മാർട്ടിനും ജനറൽ ഡൈനാമിക്സും പോലുള്ള വെപ്പൺസ് കമ്പനികളുമായി ചേർന്ന് നിന്ന് നടത്തുന്നത് എന്തിനു വേണ്ടി എന്നുള്ള അന്വേഷണമാണ് ശരിക്കും. ആയുധക്കച്ചവടം ഈ രാജ്യങ്ങളുടെ മുഖ്യ വരുമാനമാണോ അത് പ്രതീക്ഷിക്കണം. എൻ്റെ സമയം കഴിഞ്ഞാൽ ഞാൻ ഇടപെടുന്നതാണ്. ഏത് നാട്ടുകാരിയാണെന്നോ പേരെന്താണെന്നോ അറിയില്ല. ഒരു കുഞ്ഞിൻ്റെ പ്രതികരണം അതുകൂടി ഒന്ന് പ്രേക്ഷകരെ കേൾപ്പിച്ച് അവസാനിപ്പിക്കാം. A handful of powerful leaders deep into the final chapters of their life, making decisions that set the sky on fire. Missiles, rubble, schools destroyed, children paying for wars they never chose. And then after all that, they come to us. Use paper straws, carpool, save the ozone layer, switch off lights. Really? One single week of war can undo what my generation tries to save in an entire lifetime. You may not live to see 2080. We will. So yes, we'll save electricity, we'll recycle. But maybe the first step to saving the earth is not bombing the future. Because ego is temporary. The consequences are not. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്ന വൈലോപ്പള്ളി വരികൾ ഓർത്തുകൊണ്ട് ആ കുഞ്ഞിന്റെ 1001 ബുദ്ധി ഈ യുദ്ധവറിയൻ തമാടികൾ കൊടുക്കണേ ദൈവമേ എന്ന പ്രാർത്ഥന നിർത്തുന്നു. നാളെ കാണാം. ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.